റീൽസ് നിങ്ങൾ തന്നെ സോഷ്യൽ മീഡിയ വഴി കുറച്ച് നാളുകളായിട്ട് പ്രതിലിപിയിടാൻ കുറിച്ചിട്ട് നിങ്ങൾ കണ്ടു വരുന്നതാണ്. ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഒരു സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് ഒരു കണക്ഷൻ ഉണ്ട് പ്രതിലിപിയായിട്ട് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് കാണാൻ കഴിയുന്നതാണ്. കാരണം ഇതിന്റെ തന്നെ കമന്റ്സിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ ഇതിലെ സ്റ്റോറീസിന്റെ പേര് ചോദിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഈ ഓദറിനെ തിരഞ്ഞു പിടിക്കുന്ന ഇപ്പൊ ഇങ്ങനെ ഒരു റീൽ, ഇപ്പൊ ഞാനൊരു ഓദറാണ്, ഞാനൊരു റീല് പോസ്റ്റ് ചെയ്യാണ് എന്റെ ഒരു ഗ്രോത്തിനെ കുറിച്ചിട്ട്. അപ്പോ ഒരുവിധ വായനക്കാര് അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും ഈ വായനക്കാരിനെ കുറിച്ചിട്ട് അറിയാനായിട്ട് താല്പര്യം ഉണ്ടാവും. അപ്പൊ എന്റെ പേര് ഓട്ടോമാറ്റിക്കലി പ്രതിലിപിയിൽ പോയിട്ട് സെർച്ച് ചെയ്യാനും കാരണമാവാറുണ്ട്. അപ്പോ എന്റെ കഥകളും അതുപോലെ തന്നെ എന്റെ കഥകളെ കുറിച്ചുള്ള കൂടുതൽ വായനക്കാരെ എനിക്ക് നേടിത്തരാനായിട്ട് ഈ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ സഹായിക്കുന്നുണ്ട്. ഇതിനായിട്ട് ഞങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഒരു അവസരമായിരുന്നു പ്രതിലിപി ഇൻഫ്ലുവൻസർ പ്രോഗ്രാം. ഇപ്പോഴും നിലവിൽ അത് ഉണ്ട്. അതായത് നിങ്ങൾക്ക് തന്നെ റീൽസ് ഉണ്ടാക്കാവുന്നതാണ്. ഈ റീൽസിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഞങ്ങളുമായിട്ട് കൊളാബ് ചെയ്യാം. പ്രതിലിപി മലയാളം എന്നുള്ള പേജിലേക്ക് കൊളാബ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ഇടുകയും ഞങ്ങളത് ഞങ്ങളുടെ ടീം അത് പരിശോധിച്ച ശേഷം അത് നല്ലൊരു കണ്ടന്റ് ആണ്, അതായത് ഞങ്ങളുടെ ഗൈഡ് ലൈൻസ് എല്ലാം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളും അത് ഓട്ടോമാറ്റിക്കലി അപ്രൂവ് ചെയ്ത് നിങ്ങളുടെ കണ്ടന്റ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നതുമാണ്. അപ്പൊ നിങ്ങൾ ഈ കാര്യം കൂടി ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷന് ആരംഭിക്കാം. കവരി റെക്കോർഡ്. ഓക്കെ. അപ്പോ ഇന്നത്തെ സെഷനിൽ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് രചയിതാക്കൾക്കുള്ള സോഷ്യൽ മീഡിയ, അതായത് ഈ രചയിതാക്കൾക്ക് എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയ വഴി വളർച്ച ഉണ്ടാവുന്നത്, അതുപോലെ തന്നെ അവർക്ക് എങ്ങനെയാണ് ഇതൊരു ഹെൽപ്ഫുൾ ആയി മാറുന്നത്, അവരുടെ വളർച്ചയും ഈ സോഷ്യൽ മീഡിയയും എങ്ങനെ കണക്റ്റഡ് ആകുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ ഉയർന്നു വരുന്ന കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ കഥകളെ കൂടുതലായിട്ട് വായനക്കാരിലേക്ക് എത്തിക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ഫോളോവേഴ്സിനെ എത്തിച്ചു തരാനും സോഷ്യൽ മീഡിയ ഇങ്ങനെ വഹിക്കുന്ന പങ്ക് എന്ന് പറയുന്നത് ചെറുതല്ല. അപ്പൊ ഈ സോഷ്യൽ മീഡിയ ക്രിയേറ്റർമാരെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നിങ്ങൾ കണ്ടന്റിനെ കുറിച്ചിട്ട് കൂടുതൽ റീൽസ് ഉണ്ടാക്കിയിടാണ്. അപ്പൊ അതൊരു കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് വായനക്കാർക്ക് അതിൽ ക്ലിക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് പോകാനുള്ള സാധ്യത അത് കൂട്ടുകയാണ്. അപ്പോ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കഥ ഇഷ്ടപ്പെട്ടു, അപ്പൊ ഞാനൊന്ന് ഫോളോ ചെയ്യും. അങ്ങനെ നിങ്ങളുടെ ഫോളോവേഴ്സിന്റെ എണ്ണം കൂടാണ്. ഇനി 15 ഭാഗം വായിച്ചു കഴിഞ്ഞ് എനിക്ക് അതിൽ 16-ാം ഭാഗം വായിക്കാനുള്ള ഒരു ആകാംക്ഷ കൂടുകയാണ് ഓട്ടോമാറ്റിക്കലി. അപ്പോ ഞാൻ നിങ്ങളുടെ സബ്സ്ക്രൈബർ ആയിട്ട് മാറാണ് ഓട്ടോമാറ്റിക്കലി. അപ്പോ ഇങ്ങനെ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് വരുന്ന വായനക്കാര് അല്ലെങ്കിൽ ഫോളോവേഴ്സിന്റെ എണ്ണം കൂട്ടിത്തരുന്നതിൽ ഈ സോഷ്യൽ മീഡിയ വഹിക്കുന്ന പങ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോ അടുത്തായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് തരം കണ്ടന്റുകളാണ് രചയിതാക്കള് പോസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. മെയിനായിട്ട് മെയിനായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഥയെ കുറിച്ചിട്ടുള്ളതായിരിക്കണം മെയിനായിട്ട്. ജസ്റ്റ് എന്റെ കഥ എന്നെ ഫോളോ ചെയ്യുക, എന്റെ ഒരു പ്രൊഫൈൽ പിക്ചറും അതുപോലെ എന്റെ പ്രൊഫൈലിന്റെ ഒരു പിക്ചറോ അത് മാത്രമാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം ആൾക്കാർ ശ്രദ്ധിക്കണമെന്നില്ല. പകരം എന്റെ ഒരു രചന, ആ രചനയെ കുറിച്ചിട്ടൊരു ആകാംക്ഷ വിളയാക്കുന്ന രീതിയിലുള്ള ഒരു കോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവത്തിനെ കുറിച്ചിട്ട് അവൻ ജനാല തുറന്നപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു, എന്നിട്ട് ഒരു ചെക്കൻ ജനാല തുറക്കാണ്, അവിടെ ഒരു പ്രേതത്തിന്റെ നിൽക്കുന്ന ഒരു പിക്ചറും ഉണ്ട്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇതെന്താന്നുള്ളത് അറിയാനുള്ള ആകാംക്ഷ വായനക്കാരിൽ കൂടും. ഇത് എന്റെ ക്ലിക്ക് കൂട്ടുകയാണ് എന്റെ പ്രൊഫൈലിലേക്ക് പോകുന്ന ആൾക്കാരുടെ. ഇത് ഓട്ടോമാറ്റിക്കലി എന്റെ ഫോളോവേഴ്സിന്റെ എണ്ണം കൂട്ടാനായിട്ട് കാരണമാണ്. അപ്പൊ നിങ്ങൾ മെയിൻ ആയിട്ട് ഉദാഹരണമായിട്ട് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ പണച്ചിലവില്ലാതെ നമുക്ക് ഫോളോവേഴ്സിനെ കൂട്ടാനുള്ള ഒരു മാർഗ്ഗമാണ് നിങ്ങളുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഇതിലെ മെയിൻ ആയിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ കഥയുടെ മൂഡ് വ്യക്താക്കുന്ന, അതായത് ഇപ്പൊ ചിലപ്പോൾ നിങ്ങളുടെ കഥ എന്ന് പറയുന്നത് ഹൊറർ മൂഡുള്ള ഒരു കഥയായിരിക്കാം, അല്ലെങ്കിൽ റൊമാൻറ്റിക് മൂഡുള്ള ഒരു കഥയായിരിക്കാം. അപ്പൊ അത് മെയിൻ ആയിട്ട് നിങ്ങൾ വെളിവാക്കുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ എഡിറ്റുകൾ ഉണ്ടായിരിക്കേണ്ടത്. ചിലപ്പോൾ ഒരു ചിത്രമായിരിക്കാം, ഇമേജും പിന്നെ അതിൽ കുറച്ച് കഥയുടെ ഒരു കണ്ടന്റും
ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു റീലായിരിക്കാം. അതിൽ മെയിനായിട്ട് നിങ്ങളുടെ കഥയായിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ ആ കഥാസന്ദർഭമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ചിലപ്പോൾ അതൊരു കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കാം. നിങ്ങൾ പലപ്പോഴും സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ ഒരു പ്രതിലിപിയുടെ തന്നെ ആഡ്സോ അല്ലെങ്കിൽ മറ്റ് ഇങ്ങനെ രചയിതാക്കൾ പോസ്റ്റ് ചെയ്യുന്നതോ കാണാം. അപ്പൊ അതിൽ കഥാപാത്രത്തിന് പ്രാധാന്യം കൊടുത്തിട്ട് അയാളെ കുറിച്ചിട്ടോ, അല്ലെങ്കിൽ ഇപ്പൊ നായകനെ കുറിച്ചോ അല്ലെങ്കിൽ നായികനെ കുറിച്ചിട്ടോ ചിലപ്പോൾ സിനിമാ താരങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മുഖേന ഉണ്ടാക്കുന്ന ഒരു രൂപങ്ങളായിരിക്കാം, അവരെ വെച്ചിട്ട് കഥാപാത്രങ്ങളെ കൂടുതൽ കൂടുതൽ പരിചയപ്പെടുത്തുന്ന രീതിയിലുള്ള റീൽസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ വികാര നിർഭരമായിട്ടുള്ള സംഭാഷണങ്ങൾ വേണം നിങ്ങൾ പരമാവധി അതിൽ ചേർക്കാനായിട്ട് ചേർക്കേണ്ടത്. കാരണം ഇപ്പൊ നിങ്ങൾ സാധാരണ സംഭാഷണങ്ങൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അത്ര അധികം ഒന്നും അട്രാക്ട് ചെയ്യണമെന്നില്ല വായനക്കാരെ. ഇപ്പോ ജസ്റ്റ് ഒരു കഥയിലെ ഒരു കോമൺ ആയിട്ടുള്ള സന്ദർഭമാണെന്നുണ്ടെങ്കിൽ ഇതെന്താ മറ്റുള്ള കഥകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന എന്തെങ്കിലും ഒരു സന്ദർഭം ഉണ്ടെങ്കിലാണ് ആൾക്കാർക്ക് കൂടുതൽ വായിക്കാനായിട്ട് താല്പര്യം തോന്നുള്ളൂ. ഇനി അതുപോലെ തന്നെ ഇങ്ങനെ സംഭവിച്ചാൽ, ഒരുപക്ഷെ ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഞാൻ എന്താ ഇനി ചെയ്യാൻ പോകുന്നതെന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു പാർട്ട് നിർത്താണ്. അപ്പോ ഓട്ടോമാറ്റിക്കലി അത് കണ്ടിന്യൂ ആയിട്ട് വായിക്കാനായിട്ട് വായനക്കാർക്ക് ആകാംക്ഷ ഉണ്ടാവാണ്. അതുപോലെ തന്നെ ത്രില്ലർ ആയിട്ടുള്ള ഒരു ചോദ്യങ്ങൾ നിലനിർത്തുക, ത്രില്ലിംഗ് ആയിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കഥയാണ്, അതിലിപ്പോ ഒരു ഹൊററോ അല്ലെങ്കിൽ ഒരു ക്രൈം ത്രില്ലർ ആയിട്ടുള്ള ഒരു കഥ, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. അതില് നമുക്ക് തന്നെ അപ്പൊ ഒരു പക്ഷേ ഇയാളായിരിക്കും കൊലയാളി എന്നുള്ള രീതിയിൽ നമ്മൾ നിർത്താണ് ആ ഭാഗം. ആ ഒരു ക്വസ്റ്റ്യനിലാണ് ഞാൻ ചേർക്കുന്ന പോസ്റ്റ് നിൽക്കുന്നത്. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ളവരെ വായിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും, എനിക്ക് കൂടുതൽ ഫോളോവേഴ്സിനെ നേടിത്തരാനായിട്ട്. അതുപോലെ തന്നെ ഹൊറർ പശ്ചാത്തലമുള്ള എഡിറ്റുകൾക്ക് എപ്പോഴും ഇങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാർ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ കുറച്ചുകൂടി ആകാംക്ഷ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് എപ്പോഴും ഒരു റീൽസോ അല്ലെങ്കിൽ ഒരു പോസ്റ്റോ ചേർക്കുമ്പോൾ ശ്രമിക്കുക, അതിൽ കൂടുതലായിട്ട് എലമെന്റ്സ് കൊണ്ടുവരാനായിട്ട്. കാരണം ഒരു 3 സെക്കൻഡ്സ് ഉള്ള റീലാണ് നമ്മൾ കാണുന്നത്. അപ്പോ ആ റീൽസിൽ നിങ്ങൾക്ക് കാണുന്ന ഒരാൾക്ക് ഒരു ആകാംക്ഷയോ അല്ലെങ്കിൽ ഇഷ്ടമോ തോന്നിയില്ല എന്നുണ്ടെങ്കിൽ ആളത് എന്തായാലും സ്കിപ്പ് ചെയ്ത് പോകും. അപ്പൊ നിങ്ങൾക്ക് നേടാൻ കഴിയുന്ന ഒരു വായനക്കാരനെയാണ് നിങ്ങൾ അവിടെ നഷ്ടപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ രസകരമാക്കി മാറ്റാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. ഇനി ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, എന്നെ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ ദയവായിട്ട് എന്റെ കഥ വായിക്കുക അങ്ങനത്തെ രീതിയിലുള്ള ഒരു ഇത്, എന്നിട്ട് എന്റെ പ്രൊഫൈൽ പിക്ചറും എന്റെ പ്രൊഫൈലിന്റെ ഒരു സ്ക്രീൻഷോട്ടോ അത് ചേർത്തത് കൊണ്ട് ആരും എന്റെ ഒരു പ്രൊഫൈൽ വന്ന് ചെക്ക് ചെയ്യണമെന്നില്ല. പകരം നിങ്ങളുടെ കഥയോ അല്ലെങ്കിൽ കഥാപാത്രങ്ങളെയോ ആണ് അവിടെ അഡ്വർടൈസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഒരു കഥ ഇങ്ങനെയാണ് എന്റെ കഥ എന്നുള്ള രീതിയിൽ ആ കഥയുടെ ഒരു സന്ദർഭം എടുത്തിട്ട് വേണം, അല്ലെങ്കിൽ ആ കഥയിലെ ആകാംക്ഷ ഉണ്ടാക്കുന്ന ഒരു സെന്റൻസ് എടുത്തിട്ട് വേണം നിങ്ങൾ മാർക്കറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത്. ഇപ്പോ ഞാൻ ഒരു സന്ദർഭം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കൊലയാളി ഉണ്ടായിരുന്നു. ആ കൊലയാളി വന്ന് ഒരു വാതിൽ തുറക്കുകയാണ്. പക്ഷെ അയാള് കണ്ടത് അവിടെ ഓൾറെഡി മരണപ്പെട്ട് കിടക്കുന്ന ഇരയെ ആയിരുന്നു. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് പിന്നെ വായിക്കാനുള്ള ഒരു ജിജ്ഞാസ ഉണ്ടാവുകയാണ്. ഈ ജിജ്ഞാസയാണ് ഓരോ ഫോളോവറെ ക്ലിക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുമായിട്ട് കൂടുതലായിട്ട് നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കാൻ നോക്കുക. മറ്റ് ക്രിയേറ്റർമാര്, അവർ റീലുകൾ ചെയ്യുന്നവര്, അവരുടെ വായന കൂട്ടായ്മകൾ, ഇവരുമായിട്ട് കൊളാബ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ഇപ്പൊ ഒരു പുതിയതായിട്ടൊരു ഇൻസ്റ്റാ അക്കൗണ്ട് ഉണ്ടാക്കുകയാണ് നിങ്ങളുടെ കഥകൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങൾക്ക് അത്രയധികം ഫോളോവേഴ്സ് പെട്ടെന്ന് ഉണ്ടായെന്ന് വരില്ല. അപ്പൊ നിങ്ങൾ കൂടുതൽ പേജുകൾ ഫോളോ ചെയ്യുക. ആ പേജുകൾ ഫോളോ ചെയ്ത് അവരുമായിട്ട് കൊളാബ് ചെയ്തിട്ട് നിങ്ങളുടെ കഥകൾ പ്രൊമോട്ട് ചെയ്യാൻ നോക്കുക പ്രതിലിപിയില്. അപ്പോ ഇങ്ങനെ ആ ഒരു പേജ് ഫോളോ ചെയ്തു വരുന്നവരും നിങ്ങളുടെ കൂടുതൽ കഥകൾ കാണാനായിട്ട് കാരണവും. ഇത് നിങ്ങൾക്ക് കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ടാക്കി തരാനും സാധ്യതയുണ്ട്. അപ്പോ പിന്നീട് നിങ്ങൾ ഇനി നോക്കുകയാണെങ്കിൽ, നിങ്ങൾ റീലുകളോ അല്ലെങ്കിൽ ഒരു സന്ദർഭമോ ഒരു കോട്ടോ അതെങ്ങാനും പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കുക. മെയിനായിട്ട് ഇത്തരം കഥകൾക്കാണ്, അതായത് ഹൊറർ, പ്രണയം, സസ്പെൻസ് അല്ലെങ്കിൽ ഒരു ക്രൈം ത്രില്ലർ, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ, അങ്ങനത്തെ പുരാണം, അങ്ങനത്തെ ചില എലമെന്റിൽ വരുന്ന കഥകൾ
ഇറങ്ങിയിട്ടുള്ള ഈ റീൽസുകൾക്കും പോസ്റ്റുകൾക്കുമാണ് കൂടുതൽ കൂടുതൽ ക്ലിക്കുകളും അതുപോലെ വായനക്കാരും ലഭിക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോ നിങ്ങൾ ചേർക്കുമ്പോൾ ഇപ്പൊ നിങ്ങളുടെ കഥയിൽ വരുന്ന ഒരു ചെറിയ സന്ദർഭമായിരിക്കും ഹൊറർ എന്ന് പറയുന്നത്. പക്ഷെ ആ ഹൊറർ എലമെന്റിന് നിങ്ങൾ അത് വലുതാക്കിയിട്ട് റീലിൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഹൊറർ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ആ നിങ്ങളുടെ പ്രൊഫൈൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യും, നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് ഓട്ടോമാറ്റിക്കലി പോവുകയും ചെയ്യും. ഇനി സോഷ്യൽ മീഡിയ വഴി എങ്ങനെ നിങ്ങൾക്ക് പ്രതിലിപി പ്രൊഫൈലിലേക്ക് കൂടുതൽ ആളുകളെ എത്തിക്കാൻ നോക്കാം. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ജസ്റ്റ് ഇപ്പോ എല്ലാവരും അഡിക്റ്റഡ് ആയിട്ടുള്ള ഒന്നാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. 3 സെക്കൻഡ്സ് ഒരു റീല് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു റീല് കണ്ടു ഇഷ്ടപ്പെട്ടില്ല മാറ്റും, അങ്ങനെയാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഒരു റീല് നമ്മളെ പിടിച്ചിരുത്തുന്നതാണെങ്കിലാണ് നമ്മളത് കണ്ടിന്യൂ ആയിട്ട് കാണുള്ളൂ. അപ്പൊ മെയിൻ ആയിട്ട് നമ്മുടെ ഒരു കഥേനെ കുറിച്ച് മാർക്കറ്റ് ചെയ്യാണ് ഇവിടെ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, എന്റെ റീൽ എന്തുണ്ടാവണം, കാണുന്ന ആൾക്ക് ഇതെന്താണെന്ന് ഇങ്ങനെ അറിയാനുള്ള ഒരു ജിജ്ഞാസ ഉണ്ടാവണം. അപ്പൊ ഒരു കൗതുകം അവിടെ ഉണ്ടാക്കുക. ഈ കൗതുകമായിരിക്കും നിങ്ങളുടെ പ്രതിലിപി പ്രൊഫൈലിലേക്ക് അവരെ എത്തിക്കാൻ പോകുന്നത്. അങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഫോളോവേഴ്സ് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും നല്ല മാർഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ വഴി നമ്മളൊരു റീലോ അല്ലെങ്കിൽ ഒരു പോസ്റ്റോ ഉണ്ടാക്കുകയാണ്. അപ്പൊ ഒരു ക്യൂരിയോസിറ്റി ഉണർത്തി അങ്ങനെ പ്രതിലിപി പ്രൊഫൈല് ഒരാൾ വിസിറ്റ് ചെയ്യാണ്, അങ്ങനെ എനിക്ക് കൂടുതൽ ഫോളോവേഴ്സിനെ കിട്ടാം. അപ്പോൾ നമ്മൾ നോക്കി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇതിനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ വേണമെങ്കിൽ പേഴ്സണൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതൊരു മികച്ച ഒരു ബയോ ആദ്യം മുതൽ നിങ്ങൾ ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബയോ നിങ്ങൾ ഉണ്ടാക്കുക. ഇതിന് വേണ്ടിയിട്ട് പ്രതിലിപി കഥകൾ പോസ്റ്റ് ചെയ്ത് കൂടുതൽ കൂടുതൽ വായനക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു പ്രതിലിപി അക്കൗണ്ടിനായിട്ട് ഒരു ബയോ ഉണ്ടാക്കുക. ഇതിലെങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു ബയോ കാണുമ്പോൾ തന്നെ എന്ത് ടൈപ്പ് കഥകളാണ്, അതായത് നിങ്ങൾ ചിലപ്പോൾ റൊമാൻസ് കഥകളായിരിക്കാം, റൊമാൻറ്റിക് കഥകളായിരിക്കാം, അല്ലെങ്കിൽ ഹൊറർ കഥകളായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ എന്ത് ടൈപ്പ് കഥകളാണ് എഴുതുന്നതെന്നും അതുപോലെ നിങ്ങൾ എങ്ങനത്തെ എന്തിനാണ് നിങ്ങളൊരു ഫോളോ ചെയ്യേണ്ടത്, അതായത് നിങ്ങളുടെ സസ്പെൻസ് എറിഞ്ഞ കഥകളാണ് നിങ്ങളുടെ ഒരു ബയോയിലുള്ളതെന്ന് അത് കാണുന്ന ഒരാൾക്ക് ഒരു ഉടനടി മനസ്സിലാവുന്ന രീതിയിലേക്ക് ഒരു ബയോ ഉണ്ടാക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ പോസ്റ്റുകളിലും എല്ലാ റീൽസിലും ഒരേ അവതരണ ശൈലി കൊണ്ടുവരാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ പോസ്റ്റുകളിൽ ഒരേ നിറങ്ങള്, ഒരേ ലേഔട്ട്, നിങ്ങളുടേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ കൊണ്ടുവരിക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ഞാനൊരു കുറേ അധികം എഴുത്തുകാരുടെ റീൽസ് കണ്ടുവരികയാണ്, പക്ഷെ നിങ്ങളുടെ രീതി കാണുമ്പോൾ ഇത് ഈ ഒരു ഓദറിന്റെ ആണ് എന്നുള്ളത് തിരിച്ചറിയുന്ന രീതിയിലേക്ക് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇനി കഥകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള റീലുകൾ വേണം നിങ്ങൾ കൊണ്ടുവരാനായിട്ട് നോക്കുക. അതായത് നിങ്ങളുടെ ഇപ്പൊ പ്രതിലിപി ആപ്പിലെ നിങ്ങളുടെ ഒരു ബയോനെ ആയിരിക്കും നിങ്ങൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്, പകരം നിങ്ങളുടെ കഥകളെ വേണം നിങ്ങൾ അവിടെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് കൊണ്ടുവരേണ്ടത്. അതായത് കഥയിലെ ഒരു സന്ദർഭമോ കഥാപാത്രങ്ങളെയോ അല്ലെങ്കിൽ കഥയിൽ ക്രൂഷ്യലായിട്ടുള്ള ഇപ്പോ ഇനി എന്തെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു സന്ദർഭത്തിന് റീലിലേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കുക. അതുപോലെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന രീതിയിൽ ഇത് അവസാനിപ്പിക്കുക ഒരു റീല്. അപ്പൊ നമുക്ക് ക്ലിക്ക് ചെയ്താലോ അല്ലെങ്കിൽ ഇനി അടുത്ത ഭാഗം വായിച്ചാലേ എനിക്ക് അറിയുള്ളൂ എന്താ കഥ എന്നുള്ളത്. അപ്പോ ഇങ്ങനെ എന്തായാലും ആ വായനക്കാര് വന്ന് നിങ്ങളുടെ അക്കൗണ്ട് ഫോളോ ചെയ്യും, നിങ്ങളുടെ കഥകൾ വായിക്കുകയും ചെയ്യും. ഇനിയൊരു വായനക്കാരുടെ കൂട്ടായ്മ വളർത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇപ്പൊ നിങ്ങളുടെ ബയോയിൽ തന്നെ ഇപ്പൊ താഴെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ നിങ്ങളുടെ ആ ഒരു ഇൻസ്റ്റ അക്കൗണ്ടിൽ നിങ്ങൾ പോസ്റ്റ് ആയിട്ട് ഇടാണ് അല്ലെങ്കിൽ റീൽസ് ആയിട്ട് ഇടാണ്, അതിന് കമന്റ്സ് ആയിട്ടും അതുപോലെ ഇൻബോക്സിൽ മെസ്സേജുകൾ നിങ്ങൾക്ക് വന്നു തുടങ്ങും കുറച്ച് നാൾ കഴിയുമ്പോൾ. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാതെ നിങ്ങൾ അതിന് മാക്സിമം മറുപടികൾ നൽകുക. അതിൽ മോശമായിട്ടുള്ള കമന്റ്സ് വരാം, നല്ല കമന്റ്സും വരാം. മോശമായിട്ടുള്ള കമന്റ്സ് തിരിച്ച് മോശമായിട്ട് നമ്മൾ പ്രതികരിക്കാതെ അതിനൊരു റിവ്യൂ ആയിട്ട് മാത്രം കാണും. അതായത് എന്തോ ഒരു കാരണം ഉണ്ട്, അപ്പൊ അത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് എന്റെ കഥ കൂടുതൽ മനോഹരമാക്കാനുള്ള ഇത് മാത്രമാണ് അതെന്ന രീതിയിൽ ഒരു സ്റ്റെപ്പായിട്ട് മാത്രം അത് കാണുക. ആ രീതിയിൽ ഒരു പുതിയ ഇപ്പൊ ഒരു വായനക്കാരൻ വന്നിട്ട് നിങ്ങളുടെ കഥകൾ ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ചോദിക്കാം അത് എന്തുകൊണ്ടാണ് സാർ അങ്ങനെ പറഞ്ഞത് എന്നുള്ള രീതിയിൽ. അത് കൂടുതൽ ആ പറഞ്ഞ ആൾക്കും തോന്നും ഈ വ്യക്തിക്ക് ഇങ്ങനെ പറഞ്ഞത് ഇതായി, അതായത് മാറ്റം വരുത്താൻ ആഗ്രഹമുണ്ട് എന്നുള്ള രീതിയിലേക്ക് അയാൾക്ക് മനസ്സിലാവുകയും ചെയ്യും. ആളപ്പോ നല്ല രീതിയിൽ തന്നെ പിന്നെ നിങ്ങളുടെ കഥകളെ കണ്ടു തുടങ്ങാനും കാരണമാവായത്. പിന്നെ
അടുത്തായിട്ട് നോക്കേണ്ടതാണെങ്കിൽ ഈ ഇതില് നിങ്ങൾ ഇപ്പൊ കണ്ടുവരുന്നുണ്ടാവും, ഇതിൽ കുറെ നിങ്ങൾക്ക് എപ്പോഴുള്ള സംശയമാണ്. കുറെ എഴുത്തുകാരുണ്ട്, അവർക്ക് എപ്പോഴും ഭയങ്കര വായനക്കാരാണ്. എന്റെ കഥകളൊന്നും അത്രയ്ക്ക് വായനക്കാരില്ല, ഞാനും അവരെ പോലെ തന്നെ എഴുതുന്നത്, പക്ഷെ എനിക്ക് എത്ര വായനക്കാരില്ല എന്നുള്ളതില്. അത് അത് ഒരു കാര്യം ശ്രദ്ധിക്കുക, അതായത് ഇവരിപ്പൊ തുടങ്ങിയിട്ടുള്ള, എന്നിട്ട് ഇവർക്ക് ഇത്ര വായനക്കാർ ലഭിക്കുന്നു, ഞാൻ കുറെ നാളായി എനിക്ക് ഇത്ര വായനക്കാരില്ല, അങ്ങനെ പല പല നിങ്ങൾക്ക് വിഷമങ്ങൾ ഉള്ളതായിട്ട് ഞങ്ങൾ കണ്ടുവരുന്നുണ്ട്. അപ്പോ ആദ്യമായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതില് എപ്പോഴും മികച്ച നല്ലോണം എഴുതുന്നവര് മാത്രമായിരിക്കില്ല കൂടുതൽ വായനക്കാരുള്ളത്. അല്ലെങ്കിൽ ഞാൻ കൂടുതൽ കാലം എഴുതി അതുകൊണ്ട് എനിക്ക് കൂടുതൽ വായനക്കാരുണ്ടാവണം, അങ്ങനെയൊന്നും നിർബന്ധമില്ല. പക്ഷെ ഒരു വിജയതന്ത്രങ്ങൾ നന്നായി അറിഞ്ഞിരിക്കുന്നവരാണ് ഇതിൽ കൂടുതൽ ഫോളോവേഴ്സിനെ നേടുന്നതും കൂടുതൽ സമ്പാദ്യം നേടി വരുന്നതും. അവര് മെയിൻ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോമൺ ഒരു ഒരു ഞങ്ങളുടെ പഠനങ്ങൾ തെളിയിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുകയാണെങ്കിൽ, ഒന്ന്, അവര് വായനക്കാരുടെ മനസ്സ് വായിക്കുന്നവരായിരിക്കും. അതായത് വായനക്കാര് നൽകുന്ന ഓരോ റിവ്യൂവും അവര് നോക്കി നോക്കി വരുന്നുണ്ട്. അതിനനുസരിച്ച് അവര് മാറ്റങ്ങൾ വരുത്താനും ശ്രമിച്ചുകൊണ്ടിരിക്കും കഥകളിൽ. മാത്രമല്ല, അവർ എഴുതുന്ന കഥകളിൽ വികാരങ്ങളെ സ്പർശിക്കുന്ന രീതിയിലായിരിക്കും കഥ ഉണ്ടായിരിക്കുക. അല്ലാതെ വെറുതെ കോമൺ ആയിട്ട് ഇങ്ങനെ ഒരു പറഞ്ഞു പോകുന്ന ശൈലിയല്ല. പകരം വായിക്കുന്നവരുടെ മനസ്സ് സ്പർശിക്കുന്ന രീതിയിലായിരിക്കും ആ കഥ പറഞ്ഞു പോകുന്നുണ്ടായിരിക്കുക. പിന്നെ കൂടാതെ അവര് കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റുകൾ ചെയ്യുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ എനിക്കിപ്പോ കഥ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു അപ്ഡേറ്റ് കൊടുക്കും, ഞാൻ ഇനി 2 ദിവസത്തിനുള്ളിൽ അത് പോസ്റ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ. അപ്പൊ എന്റെ വായനക്കാർക്ക് ഇയാള് എഴുതിയില്ലെങ്കിലും എനിക്ക് കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് തരുന്നുണ്ട് എന്നുള്ള ഒരു വിശ്വാസ്യത ഉണ്ടാക്കും. പിന്നെ ഇപ്പൊ നല്ലോണം ഫോളോവേഴ്സ് ഉള്ളവർ ഒരു വായന കൂട്ടായ്മ കെട്ടിപ്പടുക്കുന്നവരായിരിക്കും. അവര് ട്രെൻഡിങ് എന്താണ് ഇപ്പോഴത്തെ ട്രെൻഡ്, ആ ഒരു ട്രെൻഡിങ് ടോപ്പിക്കിലായിരിക്കും, അല്ലെങ്കിൽ അവരുടെ കഥയിലേക്ക് ആ ഒരു എലമെന്റ് കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടായിരിക്കും. അവരെ ഇനിയുള്ള എങ്ങനെയായിരിക്കും വായനക്കാര് വായിക്കാൻ ഇഷ്ടപ്പെടുക, ഇനി വരുന്നവർക്ക് എന്തൊക്കെ എലമെന്റ്സ് ആണ് ഞാൻ എന്റെ കഥയിൽ കൊണ്ടുവരേണ്ടത് എന്നൊക്കെ ആലോചിച്ചിട്ടായിരിക്കും ആ കഥേനെ സമീപിക്കുന്നുണ്ടാവും, ആ ഒരു എഴുത്തിനെ. അപ്പോൾ നല്ല കഥകൾ നല്ല വായനക്കാരെ നേടിത്തരും. പക്ഷെ ഒരു ക്രിയേറ്റർ, അതായത് നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിറ്റീനെ വളർത്താനായിട്ട് ഇത്തരത്തില് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നല്ലോണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നിങ്ങളുടെ വായനക്കാരുമായിട്ട്. അതുപോലെ തന്നെ നല്ലോണം മനസ്സിലാക്കാൻ ശ്രമിക്കുക, അവരെന്താണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നുള്ള രീതിയിൽ. മാത്രല്ല, എല്ലാ കാര്യങ്ങളും ഓവർ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്ന ഒരു കഥയും വായിക്കാൻ ആർക്കും വലിയ താല്പര്യം ഉണ്ടാവില്ല. ഇപ്പൊ നമ്മളൊരു മിസ്റ്ററി ക്രൈം ത്രില്ലർ കാണാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമുക്കതിൽ പറയാതെ പോകുന്ന ചില എലമെന്റ്സ് നമ്മൾ തന്നെ ആദ്യം തന്നെ ഗസ് ചെയ്യും, ഈ ആളാണ് കൊലപാതകി അല്ലെങ്കിൽ മറ്റേ ആളാണ് കൊലപാതകി എന്നുള്ള രീതിയിൽ. അപ്പോ നമ്മൾ ആദ്യമേ തന്നെ അങ്ങനെ ഗസ് ചെയ്ത് പോകുന്ന ആ ഒരു ഇതാണ് ശരിക്കും പറഞ്ഞാൽ വായനക്കാരിൽ ഉണ്ടാക്കേണ്ടത്. നമ്മൾ പറയാതെ ബാക്കി വെക്കുന്ന ചില എലമെന്റ്സ് ആയിരിക്കും നമ്മുടെ വായനക്കാർക്ക് കൂടുതലായിട്ട് ഇഷ്ടാവുക. ഇനി നിങ്ങൾ ഒരു എഴുത്തുകാരൻ എന്നതിലുപരിയായിട്ട് ഒരു മികച്ച ക്രിയേറ്റർ ആവാനായിട്ട് ശ്രമിക്കുക. കാരണം ഇന്നത്തെ ഡിജിറ്റൽ ലോകത്തില് ഞാൻ എഴുതുന്നുണ്ട്, വായിക്കുന്നവർ വായിക്കട്ടെ എന്നുള്ള രീതിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അത്രയധികം വായനക്കാരുണ്ടായിരിക്കും. നിങ്ങളുടെ കഥ നല്ലതാണെങ്കിൽ എന്തായാലും വായനക്കാരുണ്ടായിരിക്കും. പക്ഷെ കൂടുതൽ വായനക്കാരെ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് കൂടുതൽ സമയം എടുത്തേക്കാം. അപ്പോ നമ്മൾ പ്രധാനമായിട്ട് കുറച്ച് കാര്യങ്ങളായിട്ടാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് നമ്മൾ കഥ പറയുന്ന രീതി, പ്രതിലിപിയിലെ വളർച്ചയുടെ അടിസ്ഥാന കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ 2 സെഷനിൽ നോക്കിയത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് കുറച്ച് വായനക്കാരെ ലഭിച്ചിട്ടുണ്ട്, അവരെങ്ങനെ നിലനിർത്താം, ആ ഉള്ളടക്കത്തിനെ എങ്ങനെ മെച്ചപ്പെടുത്താം, പിന്നെ സ്വന്തമായിട്ടുള്ള ഒരു ശൈലി എങ്ങനെ കൊണ്ടുവരാം. പിന്നെ ഇപ്പൊ എനിക്ക് വായനക്കാരുണ്ട്, എനിക്ക് ഈ വായനക്കാർ മതി എന്നല്ല, ഇനിയും എനിക്ക് വായനക്കാര് ഭാവിയിൽ ലഭിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ഒരു ദീർഘകാല വീക്ഷണത്തോടു കൂടിയിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഒരു സാധാരണ ഒരു എഴുത്തുകാരനെ മികച്ച ക്രിയേറ്റർ ആക്കുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ ഈ സെഷനിൽ കാണാൻ പോകുന്നത്. അപ്പോ നല്ലൊരു കഥ എഴുതുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷെ ഒരു ഡിജിറ്റൽ യുഗമായിട്ടുള്ള ഇന്നത്തെ ഒരു യുഗത്തില് ഒരു വിജയാക്കി മാറ്റണം നമ്മുടെ രചന എന്ന് പറയുന്നത്. അത് എഴുത്തുകൊണ്ട് മാത്രം സാധ്യമല്ല. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മുടെ കഥ തന്നെ പ്രൊമോട്ട് ചെയ്യണം. നമ്മുടെ കഥ നല്ലതാണെങ്കിൽ പോലും നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര വായനക്കാർ ലഭിച്ചില്ല എന്ന് വരാം. അപ്പോൾ നല്ല കഥ എഴുതിയാൽ മാത്രം പോരാ, അത് നല്ല വായനക്കാരിലേക്ക് എത്തിക്കുക കൂടി ചെയ്യണം നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തില്.
അതെങ്ങനെയെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം ഈ തന്നിരിക്കുന്ന ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ എല്ലാവർക്കും ഉള്ള സംശയങ്ങളാണ്. എന്റെ ആദ്യത്തെ കഥ നല്ല വിജയം, കുറെ പേര് വായിച്ചു. പിന്നെ എന്താ രണ്ടാമത്തെ കഥ ആരും വായിക്കാണ്ടായേ? പിന്നെ എന്റെ വരുമാനം പെട്ടെന്ന് കുറഞ്ഞുപോയി. അതെന്തുകൊണ്ടാണ്? പിന്നെ എന്റെ ചില കഥകൾക്ക് മാത്രം ചില കഥകൾക്ക് മാത്രം നല്ലോണം വായനക്കാരുണ്ട്, ചില കഥകൾക്കൊന്നും ഇല്ല. എന്റെ കഥകൾക്കും ഇല്ല. അതെന്തുകൊണ്ടാണ്? പിന്നെ ചിലരുടെ ക്രിയേറ്റർമാര് മാത്രം ഇപ്പൊ തുടങ്ങിയുള്ളൂ. ഞാനൊരു 5-10 വർഷമായിട്ട് ഇതിന് തന്നെ ഇരിക്കുകയാണ്, പക്ഷെ എന്റെ കഥ ആരും വായിക്കുന്നില്ല. പക്ഷെ ചിലരുടെ മാത്രം നല്ലോണം വായിക്കുന്നുണ്ട്. ഇനി ഈ സോഷ്യൽ മീഡിയക്ക് ഇതിൽ ശരിക്കും എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ഇനി ഞാൻ AI ഉപയോഗിച്ചിട്ട് എഴുതി കഴിഞ്ഞാൽ ശരിയാവോ? ഇനി ഒരു തവണ എന്ന് മാത്രം, അതായത് ഞാൻ ഇപ്പൊ ഒരു കഥ എഴുതി പോസ്റ്റ് ചെയ്തു, അതിന്റെ സീസൺ 1, അതിന് മാത്രല്ല എനിക്ക് ഫോളോവേഴ്സിനെ വേണ്ടത്. എനിക്ക് ഇനി സീസൺ 2 എഴുതുമ്പോൾ ഇതേ വായനക്കാര് വായിക്കണം. അതൊക്കെ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുക? അതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ആദ്യം നോക്കാൻ പോകുന്നത്. അത് ചോദ്യമായിരുന്നു. എന്റെ ഒരു ആദ്യത്തെ കഥ ഭയങ്കര വിജയമാണ്. പിന്നീടുള്ള കഥകൾക്കൊന്നും ഈ ഒരു ഇത് സപ്പോർട്ടൊന്നും കിട്ടുന്നില്ല. അതിന്റെ മെയിൻ കാരണം എന്താണെന്നാണ് നമ്മുടെ ആദ്യത്തത് എന്ന് പറയും. അപ്പോ നമുക്ക് അറിയാം, നമ്മുടെ ആദ്യത്തെ കഥ ഭയങ്കരമായിട്ട് ഹിറ്റായി. പിന്നത്തെ കഥ അത്രയൊന്നും ആൾക്കാർ വായിക്കാതാകുമ്പോൾ നമുക്ക് തന്നെ ഉള്ളിൽ നിരാശ വരും. എന്തോ ഒരു കുഴപ്പമുണ്ട്, എന്തോ ഒരു ചിലപ്പോൾ പ്രതിലിപിയുടെ തന്നെ കുഴപ്പമായിരിക്കും, അത് കാരണം എന്റെ കഥ റെക്കമെൻഡേഷനിലേക്ക് പോവാത്തെന്ന് വരെ വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷെ ഇതിന് പ്രധാനപ്പെട്ടതായിട്ട് ചില ചില കാരണങ്ങളുണ്ട്. അത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മടുപ്പിക്കുന്ന ഒരു തുടക്കമായിരിക്കും. അതായത് നമ്മുടെ തുടക്കം തന്നെ ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു പോവാണ്. നമ്മൾ ഒരു സസ്പെൻസോ ഒരു ജിജ്ഞാസയോ അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് മുമ്പ് വായിച്ച അതേ കഥ, ഇയാളുടെ അതേ കഥ തന്നെയാണ് ഇതിലും വായിക്കാൻ പോകുന്നത്, അപ്പൊ ഞാൻ വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ള രീതിയിലേക്ക് വായനക്കാർക്ക് തോന്നുകയാണ്. ഒരു മടുപ്പാണ്. അതായത് ഇതെന്നെ സെയിം സെയിം കഥ തന്നെ ഇതിലും വരികയാണ്. അത് എന്താന്ന് ഇതിലുള്ള പ്രധാന ഒരു അടിസ്ഥാന കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ കഥ വിജയിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഇതിൽ ഇന്ന കാര്യങ്ങളാണ് നമ്മുടെ വായനക്കാർക്ക് ഇഷ്ടപ്പെട്ടതെന്ന്. ചിലപ്പോ ഒരു കുടുംബത്തിന്റെ, ഇപ്പൊ ഒരു കസിൻസിന്റെ ഒരു കഥയായിരുന്നു. അപ്പൊ അതിലെ കസിൻസ് എന്നുള്ള ഫാക്ടറാണ്, അവർ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പും അവർ തമ്മിലൊരു ഒത്തൊരുമയാണ് എന്റെ കഥയുടെ സക്സസിന്റെ കാരണം. അപ്പൊ ഞാൻ എന്ത് കൊണ്ടുവരും? അടുത്ത കഥയിൽ എവിടുന്നെങ്കിലൊക്കെ ഒരു കസിൻസിനെ കൊണ്ടുവരും. അപ്പൊ അത് വായിക്കുന്ന എന്റെ വായനക്കാർക്ക് തോന്നും ഇത് ഇവരുടെ എല്ലാ കഥയിലും കസിൻസ് ആണ് എന്നുള്ളൊരിത്. പകരം നമ്മൾ ഒരേ ഫോർമുല തന്നെ ആവർത്തിക്കുന്നത് അങ്ങനെ ഒരു ആവർത്തന വിരസത ഉണ്ടാക്കും. ഒരേ ട്വിസ്റ്റ്. ഇപ്പൊ ഞാനൊരു ക്രൈം ത്രില്ലർ എഴുതാണ്, എന്റെ എല്ലാ ക്രൈം ത്രില്ലറില് നായകന്റെ കൂട്ടുകാരനായിരിക്കും കൊലയാളി. അപ്പോ അത് വായിക്കുന്ന എല്ലാവർക്കും അറിയാം ഇനി ഇതിലും അതെ നായകന്റെ കൂട്ടുകാരനായിരിക്കും കൊലയാളി. അതിലൊന്നും ട്വിസ്റ്റോ അല്ലെങ്കിൽ ഒരേ തരത്തിലുള്ള ആവർത്തന രംഗങ്ങളൊക്കെ വരുമ്പോൾ വായിക്കാനൊന്നും താല്പര്യം ഇല്ലാതെ പോവുകയാണ്. ഇനി കൃത്യത ഇല്ലാതെ ചിലവര് പോസ്റ്റ് ചെയ്യും. അതായത് നമ്മുടെ ആദ്യത്തെ കഥ സക്സസ് ആയി, എനിക്ക് നല്ലോണം പൈസ, ഒരു അത്യാവശ്യം നല്ലൊരു സമ്പാദ്യം ലഭിച്ചു. അപ്പൊ എനിക്ക് എന്താ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സമ്പാദ്യം കിട്ടുന്നുണ്ട്, അപ്പൊ ഞാൻ ഈ അടുത്ത കഥ പതുക്കെയൊക്കെ പോസ്റ്റ് ചെയ്യാം, എന്റെ ഫോളോവേഴ്സ് അവിടെ തന്നെ ഇരിക്കും, എന്നെ വേറെ ആരും ഫോളോ ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസം നമുക്ക് ഉണ്ടാവുകയാണ്. ഒരു അമിതമായ ഒരു കോൺഫിഡൻസ് നമുക്ക് വിചാരിക്കാം. പക്ഷെ നിങ്ങളത് കൃത്യമായി അടുത്ത കഥയെ കുറിച്ച് അപ്ഡേറ്റ്സ് നൽകുന്നില്ല, അല്ലെങ്കിൽ അടുത്ത ഭാഗങ്ങൾ പോസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ 1-2 ദിവസം നിങ്ങളുടെ കഥകൾ വന്ന് നോക്കിയേക്കാം. അത്രയും നല്ല കഥകളാണെങ്കിൽ ഇപ്പൊ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് നോക്കിന്ന് വരാം. പക്ഷെ പിന്നെ ബാക്കിയുള്ള കഥകൾ ബാക്കിയുള്ള രചയിതാക്കളുടെ അടുത്തടുത്ത ഭാഗങ്ങള് ഇങ്ങനെ തൊട്ട് തൊട്ട് അടുത്തടുത്ത് വരികയാണ്. നമ്മുടെ മാത്രം ഭാഗങ്ങൾ അടുത്തടുത്ത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ എന്തുണ്ടാവാണ്? ഓട്ടോമാറ്റിക്കലി ആയിട്ട് വായനക്കാർക്ക് മറ്റുള്ള രചയിതാക്കൾക്ക് ഫോളോവേഴ്സ് ആയിട്ട് പോവാണ്. നമ്മുടെ അൺഫോളോ ചെയ്യാനായിട്ട് ഇത് കാരണമാവാണ്. ഇനി ആദ്യത്തെ കഥ സക്സസ് ആയി, എനിക്ക് നല്ലൊരു സമ്പാദ്യം കിട്ടി, കുഴപ്പമില്ലാണ്ട് സമ്പാദ്യം ലഭിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ് എനിക്കിനി ഇടവേള എടുത്തേക്കാം. ഇതിലിപ്പോ ഒരു ഇടവേള ഞാൻ എന്തായാലും സക്സസ് ആയിട്ടുള്ള ഒരു രചയിതാവാണല്ലോ, ഇനി എന്തിനാണ് ഞാൻ കഷ്ടപ്പെടുന്നത്? ഞാൻ പതുക്കെ ഒരു ഇടവേളയ്ക്ക് എടുത്ത് വന്ന് പതുക്കെ ഞാൻ അടുത്ത കഥ എഴുതാന്ന് വിചാരിക്കാണ്. പക്ഷെ ഇതിലെ കഥകളുടെ ട്രെൻഡിങ് മാറാം നിങ്ങളാ എടുക്കുന്ന ഒരു ഇന്റർവെല്ലില്. അതുപോലെ തന്നെ ആ ഒരു ബ്രേക്കില് ട്രെൻഡിങ് മാറാം. അതുപോലെ പുതിയ പുതിയ രചയിതാക്കൾ വരാം. ചിലപ്പോഴെങ്കിലും നിങ്ങളെക്കാൾ നല്ല രചയിതാക്കൾ വരാം. അപ്പോ ഈ നിങ്ങളുടെ കഥയും അവരുടെ കഥയും ചിലപ്പോ ആ ഒരു കഥ മുകളിലോട്ട് പോവുകയും നിങ്ങളുടെ കഥ താഴോട്ട് പോവുകയും ചെയ്യാം. അപ്പൊ അതൊരു
ഇങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എഴുതാതിരിക്കുമ്പോൾ നിങ്ങളുടെ വായനക്കാരി ചിലപ്പോൾ വേറൊരു രചയിതാവിലേക്കും പോയിന്ന് വരാം. അപ്പോ ഇതൊരു നിങ്ങൾ എടുക്കുന്ന ബ്രേക്ക് നിങ്ങളുടെ തന്നെ ഫോളോവേഴ്സിന് നഷ്ടപ്പെടാനായിട്ട് കാരണമാണ്. ഇനി നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ കണ്ടന്റിനെ തന്നെ എങ്ങനെ വിശകലനം ചെയ്യാമെന്ന് നിങ്ങൾ ആലോചിക്കുക. അതില് ഒരു പ്ലാറ്റ്ഫോമില് വൻ വിജയമായിട്ടുള്ള രചനകളെ നിങ്ങളൊന്ന് പഠിക്കുക. എങ്ങനെയാണ്, എന്തൊക്കെ എലമെന്റ്സ് ആണ് വായനക്കാർക്ക് ഈ ഒരു രചനയിൽ ഇഷ്ടമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ രചയിതാവ് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വായനക്കാരോട് സംവദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അവരുമായിട്ട് എങ്ങനെയാണ് ഒരു നല്ലൊരു ബന്ധം പുലർത്തി വരുന്നത്. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ ഒരു കഥകളെ അതേപടി പകർത്താൻ ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ല. പകരം അതിലുള്ള സക്സസ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് നോക്കുക. എന്തൊക്കെയാണ് അതിൽ ഇഷ്ടപ്പെടുന്നത്, വായനക്കാർ കൂടുതലായിട്ട് വീണ്ടും വീണ്ടും വായിക്കാൻ ഇഷ്ടപ്പെടുന്ന എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നോക്കുക. അത് ആ ഒരു ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങളുടെ കഥയെ കൂടുതൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ട്രെൻഡിങ് ആയിട്ടുള്ള കഥകളിൽ നിന്ന് എന്തൊക്കെ നമുക്ക് നോക്കാന്ന് നമുക്ക് ആദ്യം നോക്കാം. ഒന്നാണ് തലക്കെട്ട്. ഇപ്പൊ നമ്മള് സാധാരണ പറയാണ് ഒരു പ്രേതബാധിത ഗ്രാമം എന്ന് പറഞ്ഞാൽ ആരും വായിക്കില്ല. ഇതൊക്കെ കോമൺ ആയിട്ടുള്ള ടോപ്പിക്കാണ്, കോമൺ ആയിട്ടുള്ള ഒരു ഹെഡിങ് ആണ്. അതിന് പകരമായിട്ട് സ്വന്തം ശവസംസ്കാരത്തിനെത്തിയ പെൺകുട്ടി, അത് കേൾക്കുമ്പോ തന്നെ സ്വന്തം ശവസംസ്കാരത്തിന് എങ്ങനെയാ ഒരു പെൺകുട്ടി സ്വന്തമായിട്ട് തന്നെ വരിക, അങ്ങനെ ഒരു ചിന്ത നമുക്ക് വരികയാണ്. ആ രീതിയിൽ ഒരു നമ്മൾ ക്യാച്ചി ആയിട്ട് നമുക്കിത് കാണുമ്പോൾ തന്നെ ഇതെന്ത് ഇങ്ങനെ എന്നുള്ള രീതിയിൽ തുടർന്ന് വായിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു തലക്കെട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ തുടക്കം. ഒരു കഥയുടെ തുടക്കം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രതിസന്ധി, അതായത് ഒരു പ്രശ്നത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അതായത് ഇപ്പൊ ഒരു നായകന് ഇന്നത്തെ ദിവസം ഇപ്പൊ നമ്മൾ നേരം സിനിമ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കാണിക്കുന്നുണ്ട് നായകൻ പ്രതിസന്ധിയിലാണ്, നായകന് ഇന്നത്തെ ദിവസം ഇത്രയും പൈസയുടെ ആവശ്യമുണ്ട്, പിന്നെ കുറെ പ്രശ്നങ്ങൾ പെടാണ്, അതെങ്ങനെയാണ് അയാൾ മറികടക്കുന്നത് എന്നുള്ളതാണ് ആ സിനിമയിൽ പിന്നെ വരുന്നത്. അതാണ് നമുക്കും ഒരു ക്യൂരിയോസിറ്റി വളർത്തുന്നത്. അതുപോലെ തന്നെ തുടക്കം എഴുതുമ്പോൾ ഒരു പ്രശ്നം എങ്ങനെയാണ് ആരംഭിക്കുന്നത്, അതൊരു ലോജിക്കുള്ള ഒരു പ്രശ്നമാണെന്നും നമ്മൾ നല്ലോണം ശ്രമിക്കുക അങ്ങനെ രീതിയിൽ എഴുതാൻ. പിന്നെ ഒരു രഹസ്യങ്ങൾ അല്ലെങ്കിൽ നിഗൂഢതകൾ അവതരിപ്പിക്കുമ്പോൾ വായനക്കാരിലേക്ക് എങ്ങനെയാ അത് എത്തുന്നത്, വായനക്കാർക്ക് അത് ഇങ്ങനെ വായിക്കുമ്പോൾ ഒരു കല്ലുകടി പോലെ തോന്നുന്നില്ലല്ലോ എന്നുള്ളതും ചെക്ക് ചെയ്യുക. പിന്നെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു ആകാംക്ഷ, അവരുടെ എപ്പോഴും വായനക്കാർക്ക് ഒരു വികാരമായിട്ട് ഒരു അറ്റാച്ച്മെന്റ് വരുന്ന രീതിയിൽ കഥ എഴുതാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ കഥ പിന്നെയും പിന്നെയും ഭാഗങ്ങൾ വായിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ അധ്യായങ്ങളുടെയും എൻഡിങ് വെക്കുമ്പോൾ തന്നെ ഒരു വെളിപ്പെടുത്തൽ, അതായത് നമ്മൾ വായനക്കാർ വിചാരിക്കാത്ത ഒരു വെളിപ്പെടുത്തലായിരിക്കണം അതിന്റെ അവസാനത്തിൽ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റ്, അല്ലെങ്കിൽ ഒരു നെട്ടല്, അല്ലെങ്കിൽ ഒരു ചോദ്യം. ഇനിയിപ്പം മറ്റേ ആളാണോ കൊലപാതകി അങ്ങനെ പറഞ്ഞു, അപ്പൊ നമ്മൾ വായനക്കാരത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യമായിരുന്നു, അല്ലെങ്കിൽ ആ പ്രതീക്ഷിക്കാത്ത ഒരാളായിരുന്നു. അപ്പൊ എന്തായാലും അടുത്ത ഭാഗം വായിക്കാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യും അത്. ഇനി ഒഴുക്ക്, നമ്മളിങ്ങനെ ഒരു കഥ എഴുതാണ്, അപ്പൊ കഥയിൽ ഇപ്പൊ ആദ്യം തൊട്ട് ഒരു നായകന്റെ ജീവിതം, രാവിലെ എണീറ്റു, പല്ല് തേച്ചു, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതണമെന്നില്ല. പകരം ഒരു ഒഴുക്കില് നമുക്ക് വായിക്കുമ്പോൾ ഒരു സുഖം വേണം വായനക്കാർക്ക്. അതായത് ആ കഥയില് എന്തൊഴുക്കിലാണ് ആ കഥ പോകുന്നത്, ഒരു കല്ലുകടി ഇല്ല, ഒരു ലോജിക്കിന്റെ ഒരു പ്രശ്നമില്ല, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ട്വിസ്റ്റ് ആൻഡ് ടേൺസ് വരികയാണെങ്കിൽ പോലും കൃത്യമായ ഒരു ഇടവേളകളിലാവും അത് സംഭവിക്കുന്നുണ്ടായിരിക്കുക. ഒരു പടികൾ പോലെ ഒരു കറക്റ്റ് ഒരു ഓർഡർ ഉണ്ടായിരിക്കും എല്ലാത്തിനും. അപ്പോൾ നമ്മൾ ഇതിന് മെയിനായിട്ട് എഴുത്തുകാർക്ക് തന്നെ ഉള്ളിലൊരു മെയിനായിട്ടൊരു പ്ലാൻ വേണം. എൻ്റെ ഒരു ഇത്രാമത്തെ ഭാഗത്തിലായിരിക്കണം ഇങ്ങനെ ഒരു സസ്പെൻസ് വരേണ്ടത്, അത് റിവീൽ ആവേണ്ടത് ആ ഒരു ഭാഗത്തിലാവണമെന്ന് ആദ്യമേ തന്നെ ഒരു രചയിതാവ് തീരുമാനിച്ചിരിക്കണം. ഇനി കമന്റ് സെക്ഷൻ, നമ്മൾ നിങ്ങളുടെ എല്ലാ പഠനങ്ങളും തെളിയിക്കുന്നത് ഈ കമന്റ് സെക്ഷനിൽ നല്ലോണം ഇന്ററാക്ട് ചെയ്യുന്ന എഴുത്തുകാർക്ക് നല്ലോണം വായനക്കാരെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലോണം ഫോളോവേഴ്സ് കൂടാനും കാരണമാവുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ രചനയെ കുറിച്ച് പഠിക്കാനുള്ള ഒരു സ്രോതസ് കൂടിയാണ് ഈ കമന്റ് സെക്ഷൻ എന്ന് പറയുന്നത്. കാരണം നിങ്ങളുടെ കഥയെ കുറിച്ച് നല്ല കമന്റ്സും വരാം, മോശം കമന്റ്സും വരാം. അപ്പോൾ നിങ്ങൾ മോശം കമന്റ്സിന് ഒരു മോശം കമന്റ് കണ്ടു, ഞാൻ ഇനി കമന്റ് ബോക്സ് വായിക്കില്ല, അതെന്റെ കോൺഫിഡൻസിനെ ബാധിക്കുന്നു എന്നല്ലാതെ നിങ്ങൾ ആ കമന്റിനെ വായിക്കുക. എന്തുകൊണ്ടാണ് ഈ വ്യക്തി ഇങ്ങനെ പറയാൻ കാരണം, എന്റെ കഥയിൽ ശരിക്കും അങ്ങനെ ഒരു മോശം ഫാക്ടർ ഉണ്ടോ എന്നുള്ളത് സ്വന്തമായിട്ടൊന്ന് ചെക്ക് ചെയ്യുക. ഇത് നിങ്ങളുടെ കഥയെ കൂടുതൽ കൂടുതൽ നന്നാക്കാനായിട്ടാണ് സഹായിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ
നല്ലോണം നമ്മൾ ഈ വായനക്കാരുമായിട്ട് കമന്റ് ബോക്സിൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ചാറ്റ് റൂമിൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ, ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഒരു എഴുത്തുകാരനായിട്ട് അവർക്ക് നല്ലൊരു വൈകാരികമായിട്ടുള്ള ഒരു ബന്ധം വരികയാണ്. ഇത് കൂടുതൽ കൂടുതൽ നിങ്ങളുടെ രചനകൾ എല്ലാതും വായിച്ചു വരാനും നിങ്ങളുടെ ഒരു അൾട്ടിമേറ്റ് ഫാൻ ആവാനുമായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി എക്സ്പ്ലിസിറ്റ് കണ്ടന്റുകൾക്കുള്ള ഗൈഡ് ലൈനുകൾ നമുക്കറിയാം. പ്രതിലിപിയില് രചനകൾ എഴുതുമ്പോൾ കുറച്ച് നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ പോളിസിക്ക് വിരുദ്ധമായ പ്രവൃത്തികളിൽ ഏർപ്പെടരുതെന്ന് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്. അതായത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. അതായത് പരസ്പര സമ്മതമില്ലാത്ത ലൈംഗിക ബന്ധം, അല്ലെങ്കിൽ ബലാത്സംഗം, പ്രായപൂർത്തിയാവാത്തവരായിട്ടുള്ള ലൈംഗിക രംഗങ്ങള്, അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടുള്ള ലൈംഗിക ഉള്ളടക്കങ്ങൾ, ഇതൊന്നും ഞങ്ങൾ മഹത്വൽക്കരിക്കാനോ അല്ലെങ്കിൽ ഇതെല്ലാം നോർമലൈസ് ചെയ്യാനോ അത്തരം രംഗങ്ങൾ ഒരിക്കലും പ്രതിലിപിയിൽ എഴുതാൻ പാടുന്നതല്ല. ഇതൊരിക്കലും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതുമല്ല മഹത്വൽക്കരിച്ചിട്ട്. അതായത് ഇതെല്ലാം നോർമലാണ്, ഇതെല്ലാവരുടെ ലൈഫിൽ സംഭവിക്കുന്നതാണെന്നുള്ള രീതിയിൽ എഴുതാൻ ഒരിക്കലും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. ഇനി അടുത്തതായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അനുചിതവും അശ്ലീലവുമായിട്ടുള്ളതായിട്ടുള്ള വാക്കുകൾ കൊണ്ടുള്ള ഒരു ഉപയോഗിച്ചിട്ടുള്ള ഒരു ശരീരഭാഗങ്ങളുടെ വർണ്ണനയോ അല്ലെങ്കിൽ ഈ ലൈംഗിക പ്രവർത്തികളെ കുറിച്ചുള്ള ഒരു വിവരണങ്ങളോ അങ്ങനത്തെ ഈ ഈ കലാപരമായിട്ടുള്ള മൂല്യമില്ലാത്ത ടൈപ്പ് രചനകളോ ഞങ്ങൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നതല്ല. ഇത് വീണ്ടും വീണ്ടും വായിക്കാൻ കാരണം ഞങ്ങൾ ഇത്തരം രചനകൾ ഞങ്ങൾ ഞങ്ങൾക്ക് തന്നെ ഇന്റേണൽ സിസ്റ്റം ഉണ്ട്. അതുവഴി കണ്ടെത്തുകയും ഞങ്ങൾ വാർണിംഗ് നൽകിയ ശേഷവും അല്ലെങ്കിൽ ഞങ്ങൾ വളരെ മോശമായിട്ട് കണ്ടാണെങ്കിൽ ഞങ്ങൾ ബ്ലോക്ക് ചെയ്യാറുണ്ട്. ഞങ്ങൾ വാർണിംഗ് നൽകിയ ശേഷവും ഇതിൽ എഡിറ്റ് ചെയ്യാനോ ഇതിനോ രചയിതാവ് താല്പര്യം കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ട് തന്നെ ബ്ലോക്ക് ചെയ്യാനായിട്ട് ഇതിന് കാരണമായേക്കാം. പിന്നെ ഇതില് ഈ ഞങ്ങളുടെ പ്രതിലിപി ആപ്പിൽ തന്നെ ലൈംഗികപരമായിട്ടുള്ള ഒരു സേവനങ്ങൾ ആവശ്യപ്പെടുകയോ വാഗ്ദാനം ചെയ്യുകയോ അതൊന്നും അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നഗ്നത വെളിപ്പെടുന്ന രീതിയിലുള്ള ചിത്രങ്ങളോ അത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ പൂർണ്ണമായിട്ടും വിലക്കിയിട്ടുണ്ട്. ഈ ഒരു ഈ നിബന്ധനകളൊന്നും പാലിക്കുന്നതും അല്ലെങ്കിൽ പ്രായപൂർത്തിയായവർക്ക് അനുയോജ്യമല്ലാത്ത രീതിയിലുള്ള ഉള്ളടക്കങ്ങളുള്ള രചനകൾ ഇതൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നടപടി സ്വീകരിക്കുന്നതായിരിക്കും. ഇത് ഞങ്ങൾ വീണ്ടും വീണ്ടും പറയാൻ കാരണം കുറച്ചു പേരെങ്കിലും വിശ്വസിക്കുന്നത് ലൈംഗികപരമായിട്ടുള്ള ഒരു വിവരണങ്ങളോ അല്ലെങ്കിൽ അത്തരം സന്ദർഭങ്ങളിലെ രചനകൾ എഴുതി കഴിഞ്ഞാൽ കൂടുതൽ വായനക്കാരെ ലഭിക്കും എന്ന് വിശ്വസിക്കുന്ന എഴുത്തുകാര് വരുന്നതായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ച് പേര് അതിനെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഇത് പൂർണ്ണമായിട്ടുള്ള തെറ്റിദ്ധാരണയാണ്. കാരണം പ്രതിലിപിയിൽ വരുന്ന വായനക്കാർ പ്രധാനമായിട്ട് വായിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഒരു വൈകാരികമായിട്ടുള്ള ബന്ധത്തിന്റെ പുറത്തുള്ള ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഒരു നായകനും നായികനും തമ്മിലുള്ള ഒരു ലൈംഗികപരമായിട്ടുള്ള ഒരു സീനേക്കാൾ അവർക്ക് ഇഷ്ടം ഒരു പ്രണയം, അല്ലെങ്കിൽ ഒരു ടോം ആൻഡ് ജെറി ഫൈറ്റ്, അല്ലെങ്കിൽ അവര് എങ്ങനെയാണ് അവരുടെ പ്രേമത്തിനെ ഒരു സക്സസ് ആക്കി ഒരു വിവാഹം എന്നതിലേക്ക് മാറ്റുന്നത്, അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് നല്ലൊരു ലൈഫ് മുന്നോട്ട് നയിക്കുന്നത്, അവരുടെ പ്രതിസന്ധികൾ എങ്ങനെയാണ് അവർ മറികടക്കുന്നത്, ഇതൊക്കെ കാണാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ പ്രണയം, സസ്പെൻസ്, പിന്നെ മടുപ്പുണ്ടാക്കാത്ത രംഗങ്ങള്, ത്രില്ലിംഗ് രംഗങ്ങൾ, ഇതൊക്കെ വായിക്കാനാണ് വായനക്കാരിൽ ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ ഒരിക്കലും ലൈംഗിക രംഗങ്ങൾ നിങ്ങളുടെ രചനയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വായനക്കാർക്ക് അത് വായിക്കാനായിട്ട് നിങ്ങളുടെ രചനയിലേക്ക് ആകർഷിക്കാനൊന്നും പോകുന്നില്ല. പകരം ഈ ഒരു രചയിതാവ് ഇത്തരം രചനകളാണോ എഴുതുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങളെ കുറിച്ച് തന്നെ അത് അധപതിക്കുന്ന രീതിയിലുള്ള ഒരു നിങ്ങളെ കുറിച്ച് തന്നെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടാക്കാനാണ് സഹായിക്കുള്ളൂ. അത് നിങ്ങളുടെ ഫോളോവേഴ്സിന്റെ എണ്ണം കുറയ്ക്കാനാണ് കാരണമാവുക. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ശരിക്കും പ്രതിലിപിയിൽ എഴുതേണ്ടത്. ഒരു വൈകാരികമായിട്ടുള്ള അടുപ്പായിരിക്കണം അതിലെ കഥാപാത്രങ്ങൾ തമ്മിൽ വേണ്ടത്. നായകനും നായകനും തമ്മിൽ ഇപ്പൊ ഉടനടി എനിക്ക് കണ്ടു ഇഷ്ടപ്പെട്ടു എന്നാലും ഉപരി അവരെങ്ങനെയാണ് പതുക്കെ പതുക്കെ, ഇപ്പൊ നമുക്കറിയാം ചിലപ്പോൾ കോളേജ് കാലത്തുള്ള ഒരു പ്രണയമായിരിക്കും, അതെങ്ങനെയാണ് പതുക്കെ പതുക്കെ, ചിലപ്പോൾ ഒരു വൺ സൈഡ് ലവ് ആയിരിക്കും, അതെങ്ങനെയാണ് പതുക്കെ പതുക്കെ രണ്ടുപേർക്ക് ഇഷ്ടമായി അത് ഒരു സക്സസ് ആയിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് എത്തുന്നത് എന്നാകാം അതിലെ കഥ. ഇനി പ്രണയബന്ധത്തിനിടയിൽ വരുന്ന വീട്ടുകാരുണ്ടാക്കുന്ന ചിലപ്പോൾ പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അതിലെ കഥാപാത്രങ്ങൾക്ക്
എങ്ങനെയായിരിക്കും, ഒരു ഈഗോ ഫൈറ്റ് ആയിരിക്കാം. ഇനി ആ കഥാപാത്രങ്ങൾക്ക് എപ്പോഴും പ്രാധാന്യം, അതായത് ഒരു പേഴ്സണാലിറ്റിക്ക് അവിടെ പ്രാധാന്യം നൽകാൻ ശ്രമിക്കുക. ഒരു അവരുടെ ശാരീരിക വർണ്ണനകളെക്കാളും കൂടുതൽ വായിക്കാൻ ആഗ്രഹിക്കുക. ഇപ്പൊ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു നായികനെ ആവാം ചിലപ്പോ വായനക്കാരെ ഇഷ്ടപ്പെടുക. ഇപ്പോ അവളുടെ രൂപഭംഗിയെക്കാളും വർണ്ണിക്കുന്നതിനേക്കാളും ചിലർ വായിക്കാൻ ഇഷ്ടപ്പെടുക നല്ല തന്റേടിയായിട്ടുള്ള, നല്ല സ്വന്തം കാലിൽ നിന്ന് എല്ലാ പ്രതിസന്ധികളെയും പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു നായികനെ കാണാനായിരിക്കും അവർ ആഗ്രഹിക്കുക. ഇനി എന്തൊക്കെയായിരിക്കും ഈ കഥയുടെ ആസ്വാദ്യത്തിനെ നശിപ്പിക്കാൻ നമുക്ക് നോക്കാം. അമിതമായിട്ടുള്ള ലൈംഗിക വർണ്ണനകള്, പിന്നെ ഈ ഒരു അനാവശ്യമായിട്ടായിരിക്കാം ചിലപ്പോ ആ ഒരു കഥയിലെ ഒരു സന്ദർഭത്തിന് അതൊരു ആവശ്യമേ അല്ലാതിരിക്കാം ആ ലൈംഗിക സന്ദർഭം. പക്ഷെ എനിക്ക് കൂടുതൽ ഫോളോവേഴ്സിനെ കിട്ടും എന്നുള്ള വിശ്വാസത്തിൽ ചില എഴുത്തുകാര് അത് മനഃപൂർവ്വമായിട്ട് സൃഷ്ടിക്കും അങ്ങനത്തെ രംഗങ്ങൾ. അത് ശരിക്കും പറഞ്ഞാൽ വായനക്കാരുടെ ഇടയിൽ കല്ലുകടിയാണ് ഉണ്ടാക്കുക. ഇത് എന്തിനായിരുന്നു ഈ ഒരു സീനെന്ന് അവർക്ക് തന്നെ തോന്നാം. ഇനി ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ അനാവശ്യമായിട്ട് ചേർക്കുമ്പോൾ വായനക്കാർ നിങ്ങൾക്ക് ക്രമേണ കുറയുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഗൗരവപരമായിട്ട് നിങ്ങളൊരു സന്ദർഭത്തെ സൃഷ്ടിക്കുകയാണ്. ഇപ്പോ ഒരു ഭാര്യയും ഭർത്താവും അവര് തമ്മിലുള്ള ലൈഫ്, അവരെങ്ങനെയാണ് ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരാളുടെ ജോലി പോയി അവരെങ്ങനെയാണ് ആ കഥ അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അങ്ങനത്തെ ഒരു കഥ വായിക്കാനായിരിക്കാം വായനക്കാരെ ഇഷ്ടപ്പെടുക. അല്ലാതെ അവർ തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ശാരീരിക വർണ്ണനയെ കുറിച്ചിട്ടോ ഒന്നും ആയിരിക്കില്ല വായനക്കാർ വായിക്കാനായിട്ട് ഇഷ്ടപ്പെടുക. കാരണം വായനക്കാര് അവരവരുടെ ലൈഫിലെ സന്ദർഭങ്ങളുമായിട്ടായിരിക്കാം ഈ കഥേനെ കമ്പയർ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോ ഇത്തരം വൃത്തികെട്ട രംഗങ്ങളെക്കാളും കൂടുതലായിട്ട് കഥയും കഥാ തന്തുവിനെയായിരിക്കാം അവർ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് തീവ്രമായിട്ടുള്ള വികാരങ്ങള്, പ്രതിസന്ധികള്, നിസ്സഹായാവസ്ഥ, മനസ്സുകള്, എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധമായിരിക്കാം, സഹോദര ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധമായിരിക്കാം. അങ്ങനത്തെ ബന്ധങ്ങളുടെ ഒരു തീവ്രമായിട്ടുള്ള ഒരു കെട്ടുറപ്പ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇനി സ്ഥിരമായിട്ട് ലൈംഗിക രംഗങ്ങൾ എഴുതിയാൽ ആ കഥയ്ക്ക് വായനക്കാർക്കിടയിൽ ഇടം നേടാൻ കഴിയില്ല. കാരണം ഇത് കഥാഗതിയെ തന്നെ ദുർബലാക്കാണ്. കാരണം ഈ ഒരു കഥ ഇപ്പൊ ഞാനൊരു കഥ വായിക്കുന്നുണ്ടായിരിക്കുക, ആ കഥേനും കഥാപാത്രങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും. ആ കഥയിൽ അനാവശ്യമായിട്ട് ലൈംഗിക രംഗങ്ങളോ അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള ഒരു ആവശ്യമില്ലാതെ ഒരു എഴുത്തുകാരെ അതിൽ ചേർക്കുമ്പോൾ എനിക്ക് തന്നെ ഈ ഒരു കഥ മോശം കഥയാണെന്നുള്ളൊരു പ്രതീതി എന്റെ മനസ്സിലുണ്ടാവാണ്. ഇത് എന്നെ തന്നെ ആ രചയിതാവിനെ അൺഫോളോ ചെയ്യാനും ആ രചയിതാവിന്റെ കഥ വായിക്കാതിരിക്കാനും പ്രേരിപ്പിക്കുകയാണ്. പിന്നെ ഇത് വായനക്കാരുടെ എണ്ണം ഇങ്ങനെ കുറയ്ക്കാനായിട്ട് കാരണമാവാണ്. അതുപോലെ കഥാപാത്രങ്ങളുടെ വ്യക്തിത്വം നഷ്ടപ്പെടാണ്. ഇപ്പൊ നായകനും തമ്മിലുള്ള തന്നെ ആയിരിക്കാം, പക്ഷെ ആ ഒരു ഇങ്ങനത്തെ ഒരു ലൈംഗികമായിട്ടുള്ള ഒരു വെറുതെ അനാവശ്യമായിട്ടുള്ള ഒരു വർണ്ണനയോ ഇതോ കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്ക് വായനക്കാർക്കും ആ ഒരു കഥാപാത്രങ്ങളോടുള്ള അതുവരെ ഉണ്ടായിരുന്ന ഒരു മതിപ്പോ അല്ലെങ്കിൽ ഒരു ഇഷ്ടോ അതൊക്കെ നഷ്ടപ്പെടാനായിട്ട് കാരണമാവുക. ഇങ്ങനത്തെ രംഗങ്ങൾ വരുമ്പോൾ അതുപോലെ തന്നെ കുറച്ച് വായനക്കാരെങ്കിലും അത് സ്കിപ്പ് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് കൂടുതൽ വായനക്കാർ ലഭിക്കാനുള്ള ഒരു സാധ്യതയെ തന്നെയാണ് അവിടെ വെട്ടിമാറ്റുന്നത്. അതുകൊണ്ട് മാക്സിമം ഇത്തരം സന്ദർഭങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇങ്ങനെ കഥകൾ എഴുതുമ്പോൾ ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് ഇങ്ങനത്തെ ഒരു കഥ ഷെയർ ചെയ്യാനായിട്ട് മടിക്കും. കാരണം എൻ്റെ ഫ്രണ്ട് എന്നെ കുറിച്ച് എന്താണ് വിചാരിക്കാമെന്ന് ചിലരെങ്കിലും ചിന്തിച്ചേക്കാം. അപ്പോ ഈ റെക്കമെൻഡേഷൻ സിസ്റ്റത്തിലും അതുപോലെ വരാതിരിക്കാം ഇത്തരം സന്ദർഭങ്ങൾ. അനാവശ്യമായിട്ടുള്ള ലൈംഗിക സീനുകളോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ശാരീരിക വർണ്ണനകളോ വരുന്നതാണ് മെയിനായിട്ട് ഇതിനെ ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ മനസ്സിലാക്കുക, ലൈംഗികതയെക്കാളും വായനക്കാരെ വായിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത് പ്രണയമാണ്, പ്രണയപരമായിട്ടുള്ള നിമിഷങ്ങളാണ്. ഇത് ചിലപ്പോൾ തന്നെ ഒരു ഹഗ്ഗായിരിക്കാം, അത് തന്നെ പ്രണയത്തിന്റെ പുറത്ത് വരുന്ന ഒരു ഇഷ്ടത്തിന്റെ പുറത്ത് വരുന്ന ഒരു ഹഗ്ഗ് പോലും വായനക്കാർക്ക് അത് വായിക്കാനായിട്ട് ഇഷ്ടം ഉണ്ടായിരിക്കാം. അതിൽ ലൈംഗികത അനാവശ്യമായിട്ട് കുത്തിക്കയറ്റുമ്പോൾ വായനക്കാർക്ക് അതൊരു വായിക്കാൻ തന്നെ താല്പര്യമില്ലാത്ത ഒരു ഇതാക്കി മാറ്റിയേക്കാം. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ ഒരു ഡൗട്ടാണ്, AI ഉപയോഗിച്ച് എനിക്കൊരു കഥ എഴുതിയതിനെ കൂടുതൽ വായനക്കാരിൽ ലഭിക്കുമോ എന്നുള്ളത്. AI എന്ന് പറയുന്നത് എല്ലായിടത്തും വന്നു തുടങ്ങുകയാണ്.
എല്ലാ മേഖലകളിലും വന്നാലും ഒരു കാര്യം മനസ്സിലാക്കുക. ഒരു രചയിതാവിന്റെ രചന നമ്മൾ വായിക്കുക. ആ വ്യക്തിയുടെ ഒരു വ്യക്തിയുടെ ഒരു ശൈലി, അല്ലെങ്കിൽ ആ വ്യക്തി കഥാപാത്രങ്ങൾക്ക് നൽകുന്ന ഒരു മനോഹാരിത, ആ കഥയുടെ ഒരു പോക്ക്, അതൊക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കും. ഇതൊന്നും എ ഐക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എ ഐക്ക് അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ കഥകളിൽ നിങ്ങൾ കൊണ്ടുവരുന്ന ഒരു മനോഹാരിത എ ഐക്ക് കൊണ്ടുവരാനായിട്ട് കഴിയില്ല. അപ്പോ ഇത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കഥ വായിച്ചു വരുന്ന ഫോളോവേഴ്സിനെ കുറയ്ക്കാനായിട്ടാണ് കാരണമാവുക. ഇതിനെ പകരമായിട്ട് നിങ്ങൾക്ക് എ ഐ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, റൈറ്റേഴ്സ് ബ്ലോക്ക്, അതായത് നിങ്ങൾക്ക് അടുത്തതായിട്ട് എന്റെ കഥയിൽ ഇങ്ങനെയൊക്കെ നടന്നു, ഇനി എന്ത് സന്ദർഭം കൊണ്ടുവരാം എന്നൊക്കെ ഒരു ഡൗട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എ ഐ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങളുടെ ഒരു വിഷമം നിങ്ങൾക്ക് പറയാം. അപ്പൊ എ ഐ നിങ്ങൾക്ക് ഇങ്ങനെ കൊണ്ടുവരാം എന്നുള്ള സന്ദർഭങ്ങളോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ അങ്ങനെ നിങ്ങൾക്ക് കുറച്ച് ഐഡിയാസ് തരാം. ഇനി നിങ്ങൾക്ക് ആകർഷകമായിട്ടുള്ള തലക്കെട്ടുകൾ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ഉണ്ടാവാം. ഈ ഒരു വേണോ, അത് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കോ? ഇനിയിപ്പോ നിങ്ങളുടെ മലയാളത്തിലാണ് കഥ എങ്കിലും ഒരു ഫ്രഞ്ച് നെയിം വേണം. പക്ഷെ ഫ്രഞ്ചിൽ ഇങ്ങനത്തെ ഒരു ഇത് തന്നെ വേണം, ഒരു മീനിങ്ങിൽ വരുന്ന ഒരു വേർഡ് തന്നെ വേണം. ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് എ ഐ ടൂളുകൾ ഉപയോഗിക്കാം. അല്ലെങ്കിൽ കഥയിൽ തന്നെ കൊണ്ടുവരുന്ന ഇപ്പൊ ഒരു സൈക്കോ കില്ലർ ഉണ്ട്. ആ സൈക്കോ കില്ലർ വെക്കുന്ന ഒരു ക്ലൂസ് ഉണ്ട്. ക്ലൂസ് വെക്കുന്നത് ഇപ്പോ വേറെ ഏതെങ്കിലും ജർമ്മൻ ലാംഗ്വേജ്, വേറെ എന്തെങ്കിലും ലാംഗ്വേജിലായിരിക്കാം. അപ്പോ ആ ഭാഷയിലുള്ള ഒരു ക്ലൂ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അറിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എ ഐ ടൂൾസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ടിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ തോന്നാം, അയ്യോ എന്റെ ടിസ്റ്റ് എത്ര പോരാ. അപ്പൊ നിങ്ങൾക്ക് എ ഐ ടൂൾ ഉപയോഗിച്ചിട്ട് ടിസ്റ്റ് ഉണ്ടാക്കാം. പക്ഷെ ആ എ ഐ ടൂൾ പറയുന്ന ആ ടിസ്റ്റ് അതേപടി കോപ്പി ചെയ്യണം എന്നല്ല, പകരം ആ ടിസ്റ്റ് നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾക്ക് ആ ഒരു കഥയ്ക്ക് ചേരുന്ന രീതിയിൽ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാൻ ശ്രമിക്കണം. പിന്നെ കവർ ചിത്രങ്ങൾ ഒരുക്കാനായിട്ട് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് എ ടൂളിനെ ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ കഥ എന്താണ്. റൊമാൻറ്റിക് കഥയാണെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള ഒരു കവർ ചിത്രമായിരിക്കും ഉണ്ടായിരിക്കേണ്ടത്. ഇപ്പൊ ഒരു ഹൊറർ കഥയാണെങ്കിൽ ഹൊറർ രീതിയിൽ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സന്ദർഭം ഇതൊക്കെ വ്യക്താക്കിക്കൊണ്ട് എ ടൂള് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു കവർ ഇമേജ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി കഥാപാത്രങ്ങളുടെ പേരുകൾ, ഇപ്പൊ ഒരു തമിഴ് പേര് വേണം, അപ്പൊ ഒരു കുറച്ചുകൂടി വെറൈറ്റി പേര് വേണം എന്റെ കഥാപാത്രത്തിന്, അപ്പൊ എ ടൂളിനോട് ഹെൽപ്പ് ചോദിക്കാം. ഇനി പ്രൊമോഷണൽ ക്യാപ്ഷനുകൾക്ക് നിങ്ങൾക്ക് ഒരു ക്യാച്ചി ആയിട്ടുള്ള ഒരു ക്യാപ്ഷൻ വേണം എന്റെ കഥയ്ക്ക്, അത് എങ്ങനെ ഉണ്ടാക്കാന്ന് നിങ്ങൾക്ക് എ ടൂളിനോട് ചോദിക്കാം. ഇനി കഥാഗതിനെ നിങ്ങൾക്ക് ക്രമീകരിക്കും. ഇപ്പൊ എനിക്ക് ഇങ്ങനെയാണ് എന്റെ കഥ എന്ന് എനിക്കൊരു ഔട്ട്ലൈൻ ഉണ്ട്. നായിക ലാസ്റ്റ് ഒന്നിക്കരുത്, അപ്പൊ അത് എങ്ങനെ വേണം എന്നുള്ളത് എനിക്ക് എ ടൂളിനോട് ചോദിക്കാം. ഇങ്ങനെയാണ് സന്ദർഭം, അപ്പൊ ഇതിൽ എങ്ങനെ വേണം. അപ്പൊ ചിലപ്പോൾ എ ടൂൾ തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ചാപ്റ്റർ 1 ഇങ്ങനെ ഉണ്ടാവണം, ചാപ്റ്റർ 2 ഇങ്ങനെ ഉണ്ടാവണം, അങ്ങനെ പറഞ്ഞു. പക്ഷെ ഒരിക്കലും എ ടൂളിനെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കഥ എഴുതാൻ ശ്രമിക്കാതിരിക്കുക. കാരണം ഇത് നിങ്ങളെ സഹായിക്കുന്നതിലുപരി ഉപദ്രവിക്കുകയാണ് ഉണ്ടാവുക. കാരണം നിങ്ങള് കഥ വായിക്കുന്നവർ നിങ്ങളുടെ കഥ വായിക്കാനാണ് താല്പര്യപ്പെടുന്നത്, അതായത് നിങ്ങൾ എ ടൂൾ യൂസ് ചെയ്ത് എഴുതുന്ന കഥ വായിക്കാനാവില്ല താല്പര്യപ്പെടുക. ഇനി എ ടൂള് അമിതമായിട്ട് ഉപയോഗിച്ച് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും നമുക്ക് നോക്കാം. ഒന്നാമത്തെ രീതിയിൽ നിങ്ങളുടെ കഥയ്ക്ക് നിങ്ങൾ നൽകുന്ന ഒരു ആത്മാവ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഒരു രസത്തിലായിരിക്കാം ഒരു വായനക്കാര് നിങ്ങളിൽ കാണുന്ന ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കും എഴുതുന്നതിൽ. ആ ഒരു ആവർത്തന വിരസതയോ അല്ലെങ്കിൽ ഒരു വികാരമില്ലായ്മയോ ഒരു ആ കഥയോടോ കഥാപാത്രങ്ങളോടോ ഒരു അടുപ്പില്ലാതെ മാറ്റിയേക്കാം എ ഉപയോഗിച്ചിട്ട് കഥ എഴുതുന്നതിലൂടെ. ഇനി ഒരേ തരം ശൈലികൾ തന്നെ എ ഉപയോഗിച്ചിട്ട് എഴുതുമ്പോൾ ആവർത്തിച്ച് വരാറുണ്ട്. ചില സമയത്ത് ഗ്രാമറിലും ചില സമയത്ത് ഇങ്ങനെ തെറ്റുകൾ ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ വായിക്കുന്ന വായനക്കാർക്ക് ഇതിങ്ങനെയല്ല ഞാൻ വായിക്കുന്ന ആ രചയിതാവ് ഇങ്ങനെയല്ല എഴുതുക, അപ്പൊ ഇദ്ദേഹം ടൂൾ ഉപയോഗിച്ചാണ് എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാകും. ഇത് നിങ്ങൾ മുമ്പ് ചിലപ്പോൾ ടൂൾ ഉപയോഗിച്ച് എഴുതാത്ത കഥകൾ പോലും അങ്ങനെയായിരിക്കും എഴുതിയിരിക്കാമെന്ന് വായനക്കാർ വിചാരിക്കാൻ കാരണമായേക്കാം. ഇത് നിങ്ങളുടെ ക്രെഡിബിലിറ്റിയാണ് നഷ്ടപ്പെടുത്തുന്നത്. ഇനി നമുക്ക് മനുഷ്യന്മാർക്ക് ഒരു മനുഷ്യന്റെ ദുഃഖവും പ്രയാസങ്ങളും അറിയുന്നത് പോലെ ഒരിക്കലും ഒരു എ ടൂളിനും നമ്മുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ വികാരങ്ങളോ നമ്മുടെ പ്രതിസന്ധികളോ അതൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എഴുതുന്ന പോലെ ഒരിക്കലും ഒരു എ ടൂള് ഉപയോഗിച്ചിട്ട് എഴുതാനായിട്ട് കഴിയില്ല. ഇനി നമ്മൾ ആലോചിക്കുക, നമുക്ക് അറിയാം ഇപ്പോ നമ്മളൊരു മലപ്പുറം അവിടെ നടക്കുന്ന ഒരു കഥയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊരു ഇപ്പൊ ബഷീർ സാറിന്റെ കഥകളൊക്കെ എടുത്ത് നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം അതിൽ എഴുതുന്ന രീതിയിൽ മണി അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു മുസ്ലിം ഭാഷ, ആ ഒരു ഭാഷ
നമുക്ക് ഈ ചിലപ്പോ ടൂൾ ഉപയോഗിച്ചിട്ട് എഴുതുകയാണെങ്കിൽ ഇത് പൂർണ്ണമായിട്ട് ലഭിച്ചെന്ന് വരില്ല. അപ്പോ ഈ തമിഴ് എഴുതാണ്, തമിഴില് നമുക്കറിയാം, മലയാളികൾക്ക് എല്ലാവർക്കും കുറച്ചൊക്കെ തമിഴ് അറിയാം. അപ്പൊ തമിഴ് ഭാഷയിൽ എഴുതാണ്. അപ്പോ ചിലപ്പോ അത് ടൂളിന് അത്ര നന്നായിട്ട് എഴുതാൻ കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനെ ഇത്തരം നമ്മളിങ്ങനെ ടൂള് പൂർണ്ണമായിട്ട് ഉപയോഗിച്ച് എഴുതുന്ന കഥകൾക്ക് ഒരു സ്വാഭാവികത ഇല്ലാണ്ട് വരും. നമുക്ക് തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, കഥ ഒരു വരി അവസാനിക്കുന്നുണ്ടായിരിക്കുക ഒട്ടും ഒരു അച്ചടി ഭാഷയിലായിരിക്കും. അങ്ങനെ ഒരിക്കലും ഒരു രചയിതാവ് എഴുതില്ല എന്നുള്ളത് എല്ലാ വായനക്കാർക്കും ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവുന്നതാണ്. ഇത് വായനക്കാർക്ക് നിങ്ങളുടെ എഴുത്തിനോട് നിങ്ങളോടുള്ള ഒരു മതിപ്പാണ് പോകാനായിട്ട് കാരണമാവുന്നത്. ഇനി റെക്കമെൻഡേഷൻ സിസ്റ്റവും ഏറ്റവും തമ്മിൽ എങ്ങനെ കണക്റ്റഡ് ആണെന്ന് നമുക്ക് നോക്കാം. അതായത് വായനക്കാര് വീണ്ടും വീണ്ടും വായിക്കാൻ ആഗ്രഹിക്കുന്ന കഥകളാണ് റെക്കമെൻഡേഷൻ സിസ്റ്റം വായനക്കാർക്ക് പിന്നെയും പിന്നെയും കാണിച്ചു കൊടുക്കുക. ഇപ്പൊ പുതിയതായിട്ട് ഞാനൊരു വായനക്കാരിയാണ് പ്രതിലിപിയില്. അപ്പോ ഞാൻ വന്നിട്ടുണ്ട്, ഞാൻ അതിൽ ലോഗിൻ ചെയ്യുമ്പോൾ പ്രതിലിപിയിലെ റെക്കമെൻഡേഷൻ സിസ്റ്റം കൂടുതൽ കൂടുതൽ ആളുകൾ വായിച്ചിട്ടുള്ള ഒരു കഥയായിരിക്കും എനിക്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടാകാം. പക്ഷെ നിങ്ങൾ ഒരു കഥ ടൂൾ യൂസ് ചെയ്തിട്ടാണ് എഴുതിയിട്ടുണ്ടെങ്കിൽ പ്രതിലിപി ആരും കുറച്ച് പേര് തുടക്കത്തിൽ 1-2 ഭാഗം വായിച്ചിട്ടുണ്ടാക്കാം, പിന്നീട് വായന നിർത്തിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വായനക്കാര് കുറവായതുകൊണ്ട് തന്നെ റെക്കമെൻഡേഷൻ സിസ്റ്റം ഒരിക്കലും നിങ്ങളുടെ കഥ എനിക്ക് റെക്കമെൻഡ് ചെയ്യില്ല. അപ്പൊ നിങ്ങൾക്കത് കൂടുതൽ ഫോളോവേഴ്സ് ലഭിക്കാനുള്ള ഒരു സാധ്യതയാണ് നഷ്ടാക്കുന്നത്. അങ്ങനെ ഇന്നത്തെ സെഷന് ടൂള് യൂസ് ചെയ്താലുള്ള പ്രശ്നങ്ങളും ഗുണങ്ങളും എങ്ങനെയൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളത് കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ നിർത്തുകയാണ്. നിങ്ങളുടെ ഒരുവിധം എല്ലാ ചോദ്യങ്ങൾക്കും ഞങ്ങൾ ഉത്തരം നൽകിയിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇനി ഇന്നത്തെ AMS സെഷൻ ഇവിടെ തുടങ്ങാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളെല്ലാം ഞങ്ങളുമായിട്ട് പങ്കുവെക്കാവുന്നതാണ്. ഞങ്ങൾ അതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മുടെ ക്രിയേറ്റേഴ്സ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ക്രിയേറ്റേഴ്സ് ചലഞ്ച് ഇവന്റ് നമ്മൾ ആരംഭിക്കുകയാണ്. ഇതിന്റെ ബാക്കി എന്ന് എഴുതി തീർക്കണം തുടങ്ങിയ വിവരങ്ങളൊക്കെ ഞങ്ങൾ അടുത്ത ആഴ്ചയിൽ അറിയിക്കും. പക്ഷെ നിങ്ങൾക്ക് ഇന്ന് തന്നെ ഈ ചലഞ്ചിൽ എഴുതി തുടങ്ങാവുന്നതാണ്. ബാക്കി ഇതിന്റെ നിബന്ധനകളും മറ്റും വരുന്ന ദിവസങ്ങളിൽ അറിയിക്കുന്നതാണ്. പക്ഷെ എല്ലാ ചലഞ്ചുകളിലെയും എല്ലാ മത്സരങ്ങളിലെയും പോലെ ഓരോ രചനയിലും ഓരോ ഭാഗത്തിനും 1000 വാക്കുകൾ ഉണ്ടായിരിക്കണം എന്ന് ഓർക്കുക. ബാക്കി എല്ലാ നിബന്ധനകളും വരുന്ന ദിവസങ്ങളിൽ അറിയിക്കുന്നതാണ്. ഇനി രതീഷാണ് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത്. സർ, ദയവായി ചോദിക്കാമോ? ഹലോ മാഡം, നമസ്കാരം. നമസ്കാരം. പിന്നെ ഞാനിപ്പോ ഈ പ്രതിലിപിയിൽ ആദ്യത്തെ ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഈ ഡ്രാഫ്റ്റ് എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് എന്റെ കൈ അറിയാതെ പ്രസിദ്ധീകരിക്കുക എന്ന ആ ഒരു ഓപ്ഷനിൽ തട്ടി അത് പ്രസിദ്ധീകരിച്ചു പോയി. പക്ഷെ പിന്നീട് അത് ഓപ്ഷൻ നോക്കുമ്പോൾ അത് തിരുത്തുക എന്ന് മാത്രമേ അതിനകത്ത് പറ്റൂ. അത് ഡ്രാഫ്റ്റിലേക്ക് മാറ്റാനോ അത് ഡിലീറ്റ് ചെയ്ത് കളയാനോ പറ്റുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ ദയവായിട്ട് ഇത് ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഇതിന് നമുക്ക് നേരിട്ട് അയച്ചു തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൃത്യമായിട്ട് രചന നോക്കിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തോളൂ. ഓക്കെ ഓക്കെ മാഡം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ രചനകൾ എഴുതുന്നത് ചിലപ്പോൾ ടാബിലും ലാപ്പിലും ഒക്കെയാണ്. നേരത്തെ അത് എഴുതി വെക്കാതെ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നത് ടാബില് നമ്മൾ വോയിസ് ടൈപ്പ് വഴി ചെയ്തിട്ട് പിന്നെ എഡിറ്റ് ചെയ്താണ് കയറ്റി വിടുന്നത്. അപ്പൊ ഇത് നമുക്ക് പിന്നെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രിവ്യൂ വരെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇത് നമുക്ക് അതിന്റെ ഒരു കോപ്പി, എഴുത്തുകാർക്കെങ്കിലും അതിന്റെ ഒരു കോപ്പി പ്രിന്റ് എടുത്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻ അതിലില്ല. താങ്കൾക്ക് എഴുതുമ്പോൾ തന്നെ അത് കോപ്പി എടുത്ത് നോട്ട്സിലും മറ്റും ശേഖരിച്ച് വെക്കാവുന്നതാണ്. പക്ഷെ എന്തെങ്കിലും അത്യാവശ്യത്തിന് താങ്കൾക്ക് ഫുൾ കഥയുടെ പ്രിന്റ് വേണമെങ്കിൽ ഞങ്ങളെ അറിയിച്ചു കഴിഞ്ഞാൽ അതിന് ഞങ്ങൾക്ക് ഒരു പരിധി വരെ സഹായിക്കാൻ പറ്റും. അത് ഞങ്ങൾക്ക് ഈ രചനകൾ എഴുതുന്നവർക്കെങ്കിലും ആ ഒരു പ്രിന്റ് എടുക്കാനുള്ള, പ്രിവ്യൂ കഴിഞ്ഞ പ്രിന്റ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് സഹായകമായേനെ. കാരണം അല്ലെങ്കിൽ പിന്നെ അത് നോക്കി പിന്നെ ഒന്നേന്ന് നമ്മളത് ബുക്കിലേക്ക് പകർത്തി എഴുതുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സമയം നമുക്ക് നഷ്ടപ്പെടും. താങ്കൾക്ക് എഴുതുമ്പോൾ തന്നെ ഇത് കോപ്പി എടുത്ത് പേസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ഏതെങ്കിലും നോട്ട് പാഡിലോ മറ്റോ. പക്ഷെ താങ്കളുടെ അഭിപ്രായം, അതായത് പ്രതിലിപി മെച്ചപ്പെടുത്തുന്നതിന് ഞങ്ങൾ ഓരോ രചയിതാക്കളുടെയും ഓരോ വായനക്കാരുടെയും അഭിപ്രായങ്ങള് കണക്കിലെടുക്കാറുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും താങ്കളുടെ അഭിപ്രായവും ഞങ്ങൾ കണക്കിലെടുക്കുന്നതാണ്. ഓക്കെ മാഡം. പിന്നെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഈ 3 ദിവസത്തെ ക്ലാസ്സിൽ ഇപ്പൊ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്.
അപ്പൊ ഈ പങ്കെടുത്തവർക്ക് എന്തെങ്കിലും സർട്ടിഫിക്കറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളോ വല്ലതും ഉണ്ടോ? ക്രിയേറ്റേഴ്സ് ചലഞ്ചിൽ എഴുതിയും കൂടെ പൂർത്തിയാക്കിയാലേ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. ഇത്രത്തോളം. ഓക്കെ ഓക്കെ മാഡം, ഓക്കെ. ശരി ശരി, താങ്ക് എല്ലാവരും സെഷനുകളെ കുറിച്ച് തന്നെ സംശയങ്ങൾ ചോദിക്കണം. രചനകളെ കുറിച്ചുള്ള സംശയങ്ങള്, നിങ്ങളുടെ വ്യക്തിഗതമായ രചനകളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് പരിശോധിച്ചാലേ കറക്റ്റ് ഉത്തരം തരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത്തരം സംശയങ്ങൾ മലയാളം പ്രതിലിപിയിലേക്ക് അയക്കുക. ഈ നമ്മുടെ സെഷനെ കുറിച്ചുള്ള എല്ലാ ചോദ്യങ്ങളും നമുക്ക് ഇവിടെ ചോദിക്കാം. നിമിഷ ചോദിക്കാവോ? നിമിഷ ദിനേശ്. ഹലോ. ആ, ചോദിച്ചോളൂ. ഹലോ ഹലോ. ഹലോ കേക്കാമോ? ആ, കേൾക്കാം. ഇപ്പൊ നേരത്തെ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഇങ്ങനെ സെക്ഷൽ അങ്ങനത്തെ സംഭവങ്ങൾ എഴുതുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഉം. അപ്പൊ ഇപ്പോ പ്രതിലിപി തന്നെ റെക്കമെൻഡ് ചെയ്യുന്ന കഥകളില് കൂടുതലും അങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ മാത്രമല്ല, ഉം. എന്റെ ഫ്രണ്ട്സും കണ്ടിട്ട് ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട്. കാരണം നമുക്കിത് എഴുതാനുള്ള ഇതില്ല എന്ന് പറഞ്ഞിട്ട് പ്രതിലിപി തന്നെ റെക്കമെൻഡ് ചെയ്യുന്ന കുറെ പരസ്യങ്ങൾ, അതായത് 16-കാരിയുടെ നിങ്ങൾക്ക് അങ്ങനെ ഈ പ്രതിലിപി പോളിസികൾക്ക് വിരുദ്ധമായിട്ടുള്ള ഏതെങ്കിലും രചനകൾ കാണാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഉണ്ടായിരുന്നു. ഹലോ. ഞങ്ങളത് പരിശോധിച്ച ശേഷം ഞങ്ങൾ നടപടി എടുക്കുന്നതാണ്. ഞങ്ങൾ അതില് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ്. അല്ല, ഞാൻ ആ രചന വായിച്ചിട്ടില്ല. എനിക്ക് അങ്ങനത്തെ ഹലോ ഹലോ, കേൾക്കാനില്ല? റിപ്പോർട്ട് ചെയ്യല്ല. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഞാനിത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ കഥ വായിച്ചിട്ടില്ല. പ്രതിലിപിയുടെ ഫേസ്ബുക്കിലുള്ള പരസ്യം കണ്ടിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇത് മാനേജ്മെന്റ് ഇതിനു മുമ്പും ഇതുപോലെയുള്ള ഒരു AI-യുടെ ഒരു പരസ്യം ഉണ്ടായിരുന്നു. അപ്പൊ അത് വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ അതും കാണിച്ചുകൊണ്ടും ഒക്കെ ഞാൻ പ്രതിലിപി റിലേഷൻ മാനേജർ എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഞാൻ ഡീറ്റെയിൽസ് അയച്ചിട്ടുണ്ടായിരുന്നു. നോക്കിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ പിന്നീടും നമ്മൾ ഇങ്ങനത്തെ ഇതാണ് കാണുന്നത്. അപ്പൊ ഞാനിങ്ങനെ ഒരുപാട് ട്രോൾ പോസ്റ്റുകളിലും ഒക്കെ സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. നമുക്കിത് കാണുമ്പോ നമുക്ക് നല്ല വിഷമമുണ്ട്. കാരണം പ്രതിലിപി എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു? കാരണം നമ്മൾക്കിത് ചെയ്യാൻ പാടില്ല, നമ്മൾ ചെയ്യാറുമില്ല. അങ്ങനത്തെ വളരെ സൂക്ഷിച്ചാണ് നമ്മൾ എഴുതുന്നത്. എന്റെ കഥയിൽ തന്നെ മാരിറ്റൽ റേപ്പിന്റെ ഒരു ഭാഗം വരുന്നുണ്ട്. അത് തന്നെ മെയിൽ ചെയ്ത് ചോദിച്ചു, എനിക്ക് കഥയ്ക്ക് ഇത് ആവശ്യമാണ്, ഞാൻ എഴുതിക്കോട്ടെ എന്ന് ചോദിച്ച് വൾഗറായിട്ട് എഴുതരുത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ കഥ തുടങ്ങിയത് തന്നെ, സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അപ്പൊ അതുപോലെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തർ ചെയ്യുന്നത്. പക്ഷെ പ്രതിലിപി തന്നെ ഇതുപോലെ 16 വയസ്സുകാരി, ആദ്യരാത്രി അങ്ങനത്തെ സാധനങ്ങളാണ്. പിന്നെ അടുത്തത് വരുന്നത് ഒരു പെൺകുട്ടി ചെല്ലുമ്പോൾ അവളുടെ ഭർത്താവിന്റെയും വീട്ടുകാരുടെയും കൂടെ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ. അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ പരസ്യത്തിൽ കാണുന്നത്. അപ്പോ ആദ്യത്തെ ഒരു തവണ ഞാൻ ഇങ്ങനെ കണ്ടത് AI-യുടെ തന്നെ പോസ്റ്റാ. വായിച്ചിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ അങ്ങനെ തന്നെ ഞാൻ ഇട്ട് കൊടുത്തു, സ്ക്രീൻഷോട്ട് ഇട്ടിട്ട്. എന്താണെന്നൊന്നും മനസ്സിലാവണില്ല. AI തന്നെയാണ് ഇട്ടേക്കണേ നമുക്കറിയാം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ AI അങ്ങനെ പറഞ്ഞു തരുള്ളൂ. നമുക്കറിയാം നമ്മളുടേതായ ഒരു ശൈലി വേണം, അത് നമുക്കറിയാം. അപ്പൊ AI ആണെന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ കളിയാക്കി ചിരിക്കാനോ പിടിക്കാനോ ഒന്നും അല്ല ഞാൻ നിന്നത്, നിങ്ങളുടെ അടുത്ത് നേരിട്ട് പറയുകയോ ചെയ്തേ. പക്ഷെ എനിക്ക് അതിന് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടായില്ല. വീണ്ടും വീണ്ടും ഈ പരസ്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു അഡ്വർടൈസ്മെന്റിന്റെ സംഭവം കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളായിരിക്കും. കാരണം ബാക്കിയുള്ളവർക്ക് ഇത് കാണുമ്പോൾ വല്ലാത്ത ഇറിറ്റേഷൻ ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഴുതാനും പാടില്ല, നിങ്ങൾ ഇത് പ്രൊമോട്ടും ചെയ്യുന്നു. നമുക്കിതിന് കുറ്റമായിട്ട് പറഞ്ഞതല്ല കേട്ടോ. എവിടെയെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളും കൂടി ശ്രദ്ധിക്കണം എന്ന് പറയണം. കാരണം പ്രതിലിപിനെ പറ്റി വളരെ മോശമായ അഭിപ്രായം പുറത്ത് കേൾക്കുന്നുണ്ട്. ഇതിപ്പോ ഞാനിത് വായിക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം, ഞാൻ ഇതിൽ എഴുതുന്നു, നീ ഇതാണല്ലോ എഴുതുന്നേ, അല്ലെങ്കിൽ നീ ഇങ്ങനത്തെയാണല്ലോ വായിക്കുന്നതെന്ന് പുറമെ സംസാരിക്കും. എന്റെ മക്കളൊക്കെ വലിയ കുട്ടികളായി. അപ്പൊ അവരും ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ നിന്റെ അമ്മ ഇങ്ങനത്തെയല്ലേ എഴുതുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ ഈ ക്രിയേറ്റീവ് പ്രോഗ്രാമിൽ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന ആളാണ്. അപ്പൊ ഒരിക്കലും ഒരു മാഡം പറഞ്ഞു തന്നത്, നിങ്ങളുടെ വീട്ടുകാർക്ക് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് വായിക്കാൻ പറ്റിയ സാധനം നിങ്ങൾ എഴുതൂ എന്നാണ് പറഞ്ഞു തന്നത്. അപ്പൊ ഞാൻ അതിനെ ഞാൻ ഇങ്ങനത്തെ കണ്ടന്റ് എഴുതാറുണ്ട്, അങ്ങനത്തെ കണ്ടന്റാണ് എഴുതുന്നതെന്ന് കുട്ടികളുടെ അടുത്ത് പറയും. ഇതാണ് ഞാൻ അമ്മ എഴുതുന്ന സാധനം എന്ന് എനിക്ക് പറയാൻ പറ്റിയ സാധനങ്ങളാണ് ഞാൻ എഴുതുക. കാരണം അവര് ഒരുപാട് ഒളിപ്പിച്ച് വെക്കാൻ നമുക്ക് പറ്റില്ല. നമുക്ക് കുറെ അതൊന്നും ഒഴിച്ചുകൂടാതെ എഴുതുക എന്നുള്ളത് നമുക്ക് നടക്കുന്ന കാര്യമല്ല. കുറെ സാധനങ്ങൾ എഴുതണം. അപ്പോ എന്ന് വെച്ച് വൃത്തികേടായിട്ട് മക്കളുടെ മുമ്പിൽ ഇരുന്ന് വായിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ എഴുതുക. പക്ഷെ അത് നമ്മൾ അനുസരിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു, നിങ്ങളെന്നല്ല, നിങ്ങളുടെ ചിലപ്പോൾ അഡ്വർടൈസ്മെന്റ് ടീം ഇതായിട്ട് എടുത്ത് സെറ്റ് ചെയ്ത് വരുന്നതായിരിക്കാം. ആ ഒരു സംഭവം വരുമ്പോൾ നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് തോന്നുന്നത്. പിന്നെ അതുപോലെ പ്രതിലിപി ഇങ്ങനെയാണല്ലോ എന്നുള്ള ഒരു ചോദ്യങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കേൾക്കാൻ തുടങ്ങി. പിന്നെ ഈ ഒരു രീതിയിലുള്ള എഴുത്തുകൾ പല രീതിയിലും വരുന്നുണ്ട്. റിപ്പോർട്ട് അടിച്ച് പോകുന്നുണ്ട്. റിപ്പോർട്ട് അടിച്ച് ഈ സാധനം പോകുന്നുണ്ടെന്ന് അറിയാം.
മുമ്പും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എഡിറ്റിംഗ് ചെയ്യാറില്ല, നമ്മൾ തന്നെ നേരിട്ട് പോസ്റ്റ് ചെയ്യുന്ന സാധനമാണ്, ഇതെല്ലാം നമുക്കറിയാം. പക്ഷെ ആ ഒരു ഭാഗവും കൂടി ശ്രദ്ധിക്കണം. ഇന്നത്തെ ഇതിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ഞാൻ ഓൾറെഡി ഞാനിത് തന്നിട്ടുണ്ടായിരുന്നു, മെയിൽ അയച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ ഞാൻ വിചാരിച്ചു വെറുതെ ഇങ്ങനെ ഒരു ഓൾറെഡി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ, ചിലപ്പോൾ ഇതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ വീണ്ടും വീണ്ടും അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പൊ ഞാൻ എന്തായാലും ഇങ്ങനെ ഒരു സാധനം പറഞ്ഞതുകൊണ്ട് ഞാനിപ്പോ പറഞ്ഞതാണ്. ഓക്കെ മാം, ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഞങ്ങൾ അണ്ടർ ഏജ്ഡ്, അതായത് 16 ആ രീതിയിലുള്ള ഒരു തരത്തിലുള്ള സെക്ഷൽ സീൻസും ഞങ്ങളും പ്രൊമോട്ട് ചെയ്യുന്നതല്ല. രണ്ടാമതായിട്ട് ഇത്തരം രീതിയിലുള്ള പ്രൊമോഷൻസ് വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ മാമിന്റെ കംപ്ലൈന്റ് ഞങ്ങൾക്ക് ലഭിച്ചു എന്നാണ് എൻ്റെ ഓർമ്മയിൽ. അപ്പൊ ഞങ്ങൾ അതിനനുസരിച്ചുള്ള ടീമിനെ അറിയിക്കുകയും ടീം അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു എന്നാണ് ഞങ്ങളുടെ നിഗമനം. എന്നിരുന്നാൽ പോലും മാം ഇപ്പം നേരിട്ട പ്രശ്നം ഞങ്ങൾ ബന്ധപ്പെട്ട ടീമുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ്. താങ്ക് യു. സംസാരിച്ചിരുന്ന എന്നോടാണ് വാട്സപ്പില്. ഞാനിത് കിട്ടിയ ഉടനെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും എടുത്തിരുന്നു. ഞാൻ ലിങ്ക് അയച്ചു തരാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അതിനുശേഷം ഇത് റിമൂവ് ചെയ്തിരുന്നു. പക്ഷെ ഈ രചന വായിച്ചു നോക്കുമ്പോൾ അതിനകത്ത് എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ ഉണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ ആ രചന നീക്കം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഞാൻ വാട്സപ്പിൽ അയച്ചത് മറ്റേ ഇതാന്ന് തോന്നുന്നു, ഈ AI ഒരു സംഭവമാണെന്ന് തോന്നുന്നു. പക്ഷെ വായിച്ചു നോക്കുമ്പോൾ ഓക്കെ, നമുക്ക് മനസ്സിലാവുന്നുണ്ട്. വായിച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ അതിനകത്തൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ആ തുടക്കം കാണുമ്പോൾ, അതൊരു ക്യാപ്ഷൻ ഒക്കെ കാണുമ്പോൾ കുറച്ചും കൂടി ശ്രദ്ധിച്ചിട്ടാൽ നമ്മൾ ഇങ്ങനെ ഒരു സാധനമാണ് പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് പുറത്തോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. കാരണം പ്രതിലിപി ഇങ്ങനെയാണ്. പ്രതിലിപി ഇപ്പൊ ഭയങ്കര സ്റ്റാൻഡേർഡ്, കഴിഞ്ഞ തവണത്തെ പോലെയല്ല. കോൺട്രാക്ട് പ്രണയവും അതും ഒക്കെ വായിച്ച് മടുത്തിരിക്കുമ്പോഴും അതിനെപ്പറ്റിയായിരുന്നു പറഞ്ഞു തന്നുണ്ട്. പക്ഷെ ഇപ്രാവശ്യം നല്ല ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. ഞാൻ ആ ഹൊററിന്റെ ഇതും സാധനങ്ങളും എല്ലാം നമ്മൾ ഇതൊക്കെ പരീക്ഷിക്കുന്നുണ്ട്. പക്ഷെ സക്സസ് ആവുമായിരിക്കും, ഇന്നല്ലെങ്കിൽ നാളെ സക്സസ് ആവും. ഇതെല്ലാ സംഭവങ്ങളും ചെയ്യുന്നുണ്ട്. നമുക്ക് പ്രതീക്ഷയുണ്ട് പ്രതിലിപിയിൽ. പക്ഷെ ഈ പറഞ്ഞ പോലെ ഗ്യാപ്പ് വരുന്നതും ഇതൊക്കെ കാരണങ്ങളായിരിക്കാം. അപ്പൊ തോന്നുന്നുണ്ട് AI ഉപയോഗിച്ചതും ഒക്കെ എന്റെ രചനയിൽ ബുദ്ധിമുട്ട് വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നല്ല രീതിയിൽ ഇത്തവണ നല്ല രീതിയിലുള്ള പ്രോഗ്രാം ആയിരുന്നു, നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ആ ഒരു സാധനം കൂടി പറഞ്ഞതാണെന്ന് മാത്രമേ ഉള്ളൂ, വേറെ വിഷയമൊന്നുമല്ല. തീർച്ചയായിട്ടും ഈ അഭിപ്രായം ഞങ്ങൾ ഞങ്ങളുടെ മാർക്കറ്റിംഗ് ടീമിനെ എന്തായാലും അറിയിക്കുന്നതാണ്. കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഇത് ഞങ്ങൾ തരുന്ന ഉറപ്പാണ്. ഓക്കെ, താങ്ക് യു. അഞ്ജലി മാം, സംശയം ചോദിക്കാവോ? ഹലോ. ചോദിച്ചോളൂ. നമസ്കാരം മാം. എന്റെ ആദ്യത്തെ സംശയം തന്നെ ഇപ്പൊ തൊട്ട് മുൻപേ നിമിഷ മാം പറഞ്ഞു കഴിഞ്ഞു. ഞാനും ഇതുപോലെ ഒരുപാട് പരസ്യം നിങ്ങളുടെ വൾഗറായിട്ട് കാണാൻ തുടങ്ങിയപ്പോൾ അതൊന്ന് പറയണമെന്ന് വെച്ചിട്ടാണ് ഞാനൊന്ന് കൈപൊക്കിയത്. അതായത് ഞാൻ വായിച്ചിട്ടുള്ള കഥകൾ പോലും നിങ്ങള് മറ്റേ പ്രമോഷൻ ടീം മറ്റേ മെയിൽ ലവ് സ്റ്റോറീസ് ഇല്ലേ, അത് ഇതുപോലെ വൾഗറായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊന്ന് പറയാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ സംശയം, പറഞ്ഞോളൂ. സോറി. ഹലോ. രണ്ടാമത്തെ സംശയം, ഇപ്പൊ നമുക്ക് ഇതിന്റെ ചലഞ്ചിൽ എഴുതി തുടങ്ങാന്ന് പറഞ്ഞിരുന്നില്ലേ, അതില് സബ്ജക്ട് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും സബ്ജക്റ്റോ അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻസ് വല്ലതും ഒക്കെ ഉണ്ടോ? ഒന്നുമില്ല. താങ്കൾ ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്ന രചനയിൽ തുടർന്ന് എഴുതിയാലും മതിയാവും. പക്ഷെ കൃത്യമായ കൃത്യമായ ചാപ്റ്ററുകളുടെ എണ്ണം പറയണമെന്നേ ഉള്ളൂ. അതായത് അത് എത്രയാണെന്ന് ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ അത്രയും ചാപ്റ്ററുകൾ എഴുതണം എന്നേ ഉള്ളൂ. ഇതിന് കൃത്യമായ ഇന്ന വിഷയം എന്നുള്ളത് ഇതിനില്ല. എനിക്കൊരു പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞു, ഞാനൊരു ഗ്യാപ്പ് കഴിഞ്ഞ് ഇപ്പൊ പിന്നെ രണ്ടാമത് തുടങ്ങിയതേ ഉള്ളൂ. അതോട് പഴയ കഥ തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. അപ്പൊ ഇനിയൊരു ചലഞ്ചിൽ ചേരണമെങ്കിൽ ഞാൻ പുതിയതായിട്ട് ഇനി എഴുതി തുടങ്ങണം. അതുകൊണ്ടാണ് ചോദിച്ചത്, എന്തെങ്കിലും സബ്ജക്റ്റ് വല്ലതും ഉണ്ടോ? അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ അടുത്ത ദിവസം പറയുമായിരിക്കും അല്ലെ? അതെ. ഇതിന് പ്രത്യേകിച്ച് സബ്ജക്റ്റുകളൊന്നുമില്ല. ബാക്കി ഇതിന്റെ നിബന്ധനകളെല്ലാം ഞങ്ങൾ അടുത്ത ദിവസം കൃത്യമായിട്ട് അറിയിക്കുന്നതാണ്. ഓക്കെ, ശരി മാം, താങ്ക് യു. ഒരു സംശയം കൂടി ഉണ്ട് മാം. ഹലോ. മാം, എന്റെ സോറി, മ്യൂട്ട് ആയിട്ടുണ്ട്. ഹലോ. പറഞ്ഞോളൂ. കേക്കാം. എനിക്ക് അടുത്ത എഴുതാനുള്ള കഥയുടെ ത്രെഡിലുണ്ടല്ലോ ഒരു റേപ്പ് അറ്റംപ്റ്റ് ഉണ്ട്. എന്നിട്ട് അതിന് ഹീറോയിൻ രക്ഷപ്പെട്ടു പോകുന്നതായിട്ടൊരു തീം എനിക്ക് എഴുതാനുണ്ട്.
അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ കണ്ടീഷൻസ് ഉൾപ്പെടെ എനിക്കത് എഴുതാമല്ലോ അല്ലെ? തീർച്ചയായിട്ടും. അതായത് വൾഗാരിറ്റി ഇല്ലാതെ എനിക്കത് എഴുതാമല്ലോ. വൾഗാരിറ്റി ഇല്ലാതെ അതിനെ ഇതിനെ ഗ്ലോറിഫൈ ചെയ്യാതെ എഴുതാവുന്നതാണ്. ഗ്ലോറിഫൈ ചെയ്യാനല്ല, അത് ആ കഥയ്ക്ക് അത് അത്യാവശ്യമാണ്. അപ്പൊ Okay. അത് വൾഗാരിറ്റി ഇല്ലാതെ അത് എഴുതാം അല്ലേ? അതെ. ഓക്കെ മാം, താങ്ക് യു. ആമിച്ചി ചോദിക്കാമോ? ഹലോ. ഹലോ, ആമിച്ചി എന്നുള്ള പേരിലുള്ള മാം ചോദിക്കാവോ? ഹലോ, നമസ്കാരം. നമസ്കാരം. ആദ്യം തന്നെ പ്രതിലിപിനോട് വലിയൊരു താങ്ക്സ് പറയാനാണ് ഞാൻ വന്നത് തന്നെ. Okay. ഞാനൊരു വീട്ടമ്മയാ, 2 കുട്ടികളുടെ ഉമ്മയാണ്. എന്നിട്ട് ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു രൂപം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ഈ പ്രതിലിപിയിൽ വന്നതിന് ശേഷമാണ്. എന്നെ പോലുള്ള ഒരുപാട് പേർക്ക് ഒരു നല്ലൊരു പ്രചോദനമായിട്ടുള്ള ഒരു ആപ്പാണിത്. ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഞാൻ ആദ്യമായിട്ടാണ് ഫേസ്ബുക്ക്, ഇൻസ്റ്റ തുടങ്ങാൻ പോകുന്നത്. അത് ഇന്നത്തെ ഈ സെക്ഷൻ കണ്ടതുകൊണ്ട്. അപ്പോൾ അക്കൗണ്ട് തുടങ്ങുമ്പോൾ പ്രതിലിപിനെ ഹാഷ്ടാഗ് കൊടുത്തിട്ട് പ്രതിലിപിന് എന്തെങ്കിലും ഒരു പേരിൽ കൊടുക്കണോ അക്കൗണ്ട് ചേർക്കുമ്പോൾ? നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന്റെ ബയോയില് പ്രതിലിപി അക്കൗണ്ടിന്റെ ലിങ്ക് കൊടുക്കാവുന്നതാണ്. ഫേസ്ബുക്കിൽ അങ്ങനെ കൊടുക്കാൻ പറ്റും മാഡം? ഫേസ്ബുക്കിലും അങ്ങനെ കൊടുക്കാൻ കഴിയും. നമുക്ക് ലിങ്ക്സ് ചേർക്കാൻ, വെബ്സൈറ്റ് ലിങ്ക്സ് ഒക്കെ ചേർക്കാനുള്ള ഒരു സ്ഥലമുണ്ട് ഫേസ്ബുക്കിൽ. അപ്പൊ നെയിം കൊടുക്കുമ്പോൾ പ്രതിലിപി റൈറ്റർന്നോ അങ്ങനെ എന്തെങ്കിലും മെൻഷൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ടോ? ഇല്ല. ഓക്കെ, താങ്ക് യു. ഒരു കാര്യം കൂടി ചേർത്തോട്ടെ, നിങ്ങൾക്ക് നിങ്ങൾ പ്രതിലിപിയിൽ ചേർത്തിട്ടുള്ള അതേ പേര് തന്നെ പ്രതിലിപിയിലെ നെയിം തന്നെയാണോ കൊടുക്കേണ്ടത്? അത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ വായനക്കാർക്ക് കൂടുതൽ നിങ്ങളെ തിരിച്ചറിയാനും ഫോളോ ചെയ്യാനും എളുപ്പമായിരിക്കും. ഓക്കെ, താങ്ക് യു. ഇതിനായിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഓക്കെ. അതുപോലെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ? എന്താണ് മാം? ഇതിൽ പറഞ്ഞ പോലെ വീഡിയോ എഡിറ്റ് ചെയ്ത് കഥയിൽ ഓരോ സന്ദർഭം വെച്ച് വീഡിയോ ഇടുമല്ലോ. അപ്പൊ ഇടുമ്പോ പ്രതിലിപിനെ മെൻഷൻ ചെയ്തിട്ട് ഇടണോ? ഹാഷ്ടാഗ് കൊടുക്കുമ്പോ? ഹാഷ്ടാഗ് ഇടുമ്പോൾ പ്രതിലിപിന്ന് ഇടാം. അതോടൊപ്പം തന്നെ ഇൻസ്റ്റയിലൊക്കെ നിങ്ങൾ റീൽസ് പോസ്റ്റ് ചെയ്യുമ്പോൾ കൊളാബ് ഓപ്ഷൻ ഉണ്ടാവില്ലേ, അതിൽ പ്രതിലിപി മലയാളത്തിന് നിങ്ങൾക്ക് ടാഗ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ടീം പരിശോധിച്ച ശേഷം ഞങ്ങളുടെ ഗൈഡ് ലൈൻസ് എല്ലാം പാലിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഞങ്ങളത് അപ്രൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ ഗൈഡ് ലൈൻസ് പാലിക്കുന്നതും ഏറ്റവും മികച്ച് നിൽക്കുന്ന റീൽസും ആണ് ഞങ്ങൾ അപ്രൂവ് ചെയ്യുക. ബാക്കി ലൈക്കോ റീഷെയറോ മാത്രമാണ് ചെയ്യുക. എല്ലാ റീലുകളും ഞങ്ങൾക്ക് അപ്രൂവ് ചെയ്യാൻ പറ്റും എന്ന് ഞങ്ങൾ ഒരിക്കലും പറയില്ല. ഓക്കെ, താങ്ക് യു. താങ്ക് യു. വീണ മാം ചോദിക്കാമോ? ഹലോ, ചോദിച്ചോളൂ. ഒത്തിരി നന്ദി കേട്ടോ. കാരണം ഞാൻ നിങ്ങളുടെ എല്ലാ ക്രിയേറ്റീവ്സ് പ്രോഗ്രാം, ഫെലോഷിപ്പ് പ്രോഗ്രാം എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഞാൻ ഈ 8-ാം തീയതി ഞാൻ കഥ ആരംഭിച്ചു. അതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഈ ക്രിയേറ്റീവ്സ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് 8-ാം തീയതി ആദ്യത്തെ പാർട്ട് ഇട്ട്. സാധാരണ അങ്ങനെയായിരുന്നു എല്ലാ തവണയും ഞാൻ അറ്റൻഡ് ചെയ്ത കഥകൾ. ഇപ്പോഴും ആദ്യത്തെ ദിവസം വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ടായിരുന്നു പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഞാൻ ഇത്തവണ അങ്ങനെ ചെയ്തു. അതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഹലോ. ഇല്ല, പ്രശ്നമില്ല. അതായത് പ്രതിലിപി ക്രിയേറ്റേഴ്സ് പ്രോഗ്രാമിൽ നമുക്ക് രചന ഇന്ന തീയതിയിൽ തന്നെ തുടങ്ങണമെന്ന് നിർബന്ധമില്ല. നമുക്ക് പക്ഷെ രചന മത്സരം തുടങ്ങുന്ന തീയതി മുതൽ അവസാനിക്കുന്ന തീയതി വരെ ഇത്ര നമ്പർ ഓഫ് ഭാഗങ്ങളെങ്കിലും പ്രസിദ്ധീകരിച്ചിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കഥ റെക്കമെൻഡേഷൻ സിസ്റ്റത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ പ്രതിലിപിയുടെ ആഡ് വരുമായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഒത്തിരി വിഷമം ഉണ്ടാക്കിയ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അതിന്ന്. ഞാൻ എൻ്റെ കഥയിൽ ഒരു തരത്തിലുള്ള വൾഗറായിട്ടുള്ള ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. അത് സൂപ്പർ റൈറ്റർ അവാർഡും കിട്ടിയതായിരുന്നു. പക്ഷെ അതൊരു BL സ്റ്റോറി ആയിരുന്നു. പ്രതിലിപിയുടെ ആഡ് വന്നപ്പോൾ സ്വന്തം അമ്മ അവനെ മറ്റവൻ അയാളുടെ ബെഡ്റൂമിലേക്ക് തള്ളിവിട്ടു. അങ്ങനെ ഒരു ആഡായിട്ട് വന്നു. സത്യത്തിൽ അതൊരു വാമ്പയർ സ്റ്റോറിയാണ്. ശരിക്കുള്ള അതിൻ്റെ അതെന്താണ് എന്നുള്ള ഒരു രീതിയിലല്ല വന്നത്. ഒരു വൾഗർ ആയിട്ടുള്ള സ്റ്റോറിയുടെ പോലെ അതിൻ്റെ ആഡ് വന്നിട്ട്
ആളുകൾ ശരിക്കും ഫേസ്ബുക്കിലിട്ട് എനിക്ക് തന്നെ ഭയങ്കര സങ്കടമുണ്ട്. വളരെ വൾഗർ ആയിട്ടുള്ള കമന്റ് അതിന് വന്നിരുന്നു. പക്ഷെ എനിക്ക് ഒരുപാട് റീഡ് കിട്ടി. ഇപ്പോഴും അതിന് ഇൻകം ഉണ്ട്. ഞാൻ അതിന് നെഗറ്റീവ് കമന്റ്സ് ആയിട്ട് തന്നെ അതിനെ പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് എടുത്തത്. പക്ഷെ അതിന്റെ ആഡ് അങ്ങനെയായിരുന്നു വന്നിരുന്നതെന്ന് ഞാൻ ഒന്ന് സൂചിപ്പിക്കുകയാണ്. പിന്നെ ഞാൻ എനിക്കൊരു ഡൗട്ട്. ഒരു കാര്യം, ഈ ആഡിന്റെ ഒരു ലിങ്കോ മറ്റോ ഞങ്ങൾക്കൊന്ന് അയച്ചു തരാമോ? അയച്ചു തരാം. ഓക്കെ. അതിന്റെ ഫോട്ടോ ഉണ്ട്. ലിങ്ക് ഇപ്പൊ എവിടെയാണെന്ന് അറിയില്ല. ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് 2 ഇങ്ങനെയാണ് അത് കഥയുമായിട്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വന്നിരുന്നത്. അതായത് അതിലില്ലാത്തൊരു സീനാണ് സത്യത്തിൽ രണ്ട് ആഡ് വന്നത്. പക്ഷെ ആൾക്കാർ വായിക്കാൻ വരുന്നുണ്ട്, ഇപ്പോഴും വായിക്കുന്നുണ്ട്. അതിനകത്ത് ഒരു തരത്തിലുള്ള വൾഗറും ആ കഥയിലില്ല. പക്ഷെ ഫേസ്ബുക്കിൽ ആൾക്കാരെ നമ്മൾ കാണുമ്പോൾ തന്നെ ഒരുമാതിരി ഒത്തിരി നെഗറ്റീവ് പലരും ട്രോളും ഒക്കെ ചെയ്തിരുന്നു ആ ഒരു ആഡിനെ. ഇത് ആരുടെ ആണെന്നുള്ള രീതിയിലൊക്കെ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായി അങ്ങനെ വന്നപ്പോൾ. ഞാൻ BL സ്റ്റോറീസ് എഴുതുന്നുണ്ട്. പക്ഷെ ഇന്നേ വരെ എൻ്റെ 21 സ്റ്റോറിയിൽ ഞാൻ വൾഗറായിട്ട് ഒന്നും എഴുതിയിട്ടില്ല. അത് പക്ഷെ ഏത് പിന്നെ എനിക്ക് സ്റ്റോറിയാണ്? ആ സ്റ്റോറിയുടെ ലിങ്കും അതിന്റെ സ്ക്രീൻഷോട്ടും കൂടി ഒന്ന് വാട്സപ്പിൽ തന്നെ അയച്ചു തന്നാൽ മതി. അയച്ചുതരാം. പിന്നെ ഒരു ഡൗട്ട് ഉള്ളത്, നമ്മുടെ ചാറ്റ് റൂമുകൾ നമുക്ക് പ്രൊമോഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ചിലർ എൻ്റെ ചാറ്റ് റൂമിൽ കൊണ്ടുവന്ന് മറ്റുള്ള അവരുടെ കഥകളുടെ ലിങ്കുകൾ ഇടുമ്പോൾ ഞാൻ ഇതുവരെ അവരെ നോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇടാം. പക്ഷെ ഞാൻ തിരിച്ചു ചെയ്തിട്ടില്ല. എനിക്ക് പക്ഷെ ആരെങ്കിലും കമന്റ് ഇട്ടാൽ ആ കമന്റ് എടുത്തിട്ട് റിപ്ലൈ കൊടുക്കാൻ അറിയില്ല. അതങ്ങനെ ഒരു ഓപ്ഷൻ അതിലുണ്ടോ ചാറ്റ് റൂമിൽ? ഓരോ മെസ്സേജ് ആയിട്ട് സെലക്ട് ചെയ്ത് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല. പറ്റില്ലല്ലേ? ഓക്കെ. അത്രേ. ഇതുവരെ അങ്ങനെ പറ്റിയിട്ടില്ല, അതറിയാൻ വേണ്ടിയിട്ടാണ്. ശരി. താങ്ക് യു. ഷവോമി ഫോൺ ഉപയോഗിക്കുന്ന ആള് ഫോൺ ഒന്ന് മ്യൂട്ട് ചെയ്യാം, ഇടയ്ക്കിടയ്ക്ക് അൺമ്യൂട്ട് ആവുന്നുണ്ട്. അടുത്തതായിട്ട് കാർത്തിക സംശയം ചോദിക്കാമോ? ഹലോ, ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങള് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മുടെ കഥ നമുക്ക് കൊടുക്കുന്നതിനും പ്രൊമോട്ട് ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞല്ലോ. ഇല്ല. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടുവരുന്ന, ഞാൻ ചോദിക്കുന്ന ഡൗട്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ കണ്ടൊരു കാര്യം ചോദിക്കുന്നതാ. ഉം. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമില് പൊതുവെ കണ്ടുവരുന്ന ഒരു സംഭവം വെച്ചാൽ ഒരു പ്രത്യേക ഒരു ഇൻസ്റ്റാഗ്രാം പേജ് പ്രതിലിപിയിലെ പല പല കഥകൾ എടുത്തിട്ട് അതിനെന്താ പറയാ, മാക്സിമം ഞാൻ കണ്ടേക്കണത് ഫുൾ നെഗറ്റീവ് പറയുന്നതാണ്. അവരുടെ നമുക്ക് ഒരാളുടെ കഥ വായിച്ചിട്ട് നമുക്ക് റിവ്യൂ പറയാം, അതിലൊന്നും ഒരു ഇഷ്യൂ ഇല്ല. അതിനാണ് നമ്മൾക്ക് ചാറ്റ് റൂമുകളും ഈ പറഞ്ഞ പോലെ കഥയ്ക്ക് റിവ്യൂ ഇടാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. അതിലൊന്നും നല്ലതുണ്ടെങ്കിൽ നല്ലത് പറയാം, അതിലൊന്നും വിഷയമില്ല. പക്ഷെ ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സ്റ്റോറി എടുത്തിട്ട് അതിനകത്തെ കണ്ടന്റുകൾ മുഴുവനും വിശദീകരിച്ച് പറഞ്ഞ് ചില സമയത്ത് അതിനകത്ത് അവര് പോസ്റ്റ് ഇട്ടേക്കുന്നത് സ്ക്രീൻഷോട്ട് ആഡ് ചെയ്ത് അവരുടെ പ്രൊഫൈൽ ആഡ് ചെയ്ത്, ഇതെല്ലാം അവരുടെ കൺസെന്റ് കൊണ്ടായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനപ്പോ ഗൂഗിളിൽ ഇതുപോലെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴും അതൊരു ഇല്ലീഗലായിട്ട് ചെയ്യുന്ന ഒരാളുടെ കൺസെന്റ് ഇല്ലാണ്ട് നമ്മൾ ഒരാളുടെ കഥ, നമ്മളൊരു സിനിമയ്ക്ക് റിവ്യൂ പറയും, നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. അവർക്ക് ഇപ്പൊ ഇന്നത് കൊള്ളില്ല, സിനിമ അത്ര പറയുന്ന അത്ര ഹൈപ്പില്ല എന്നൊക്കെയാണ് പറയാറ്. അല്ലാതെ ആരും ആ സിനിമയുടെ കഥ കംപ്ലീറ്റ് പറഞ്ഞിട്ട് ഈ സിനിമ നിങ്ങൾ കാണാൻ പോകരുത് അങ്ങനെ പറയുന്നില്ല. പക്ഷെ ഇതില് കാണുന്നത് എന്താന്ന് വെച്ചാൽ ആ ഒരു ആരാണെങ്കിലും ബാഡ് ആയിട്ടുള്ള സ്റ്റോറി ആണെങ്കിലും നല്ല സ്റ്റോറി ആണെങ്കിലും ഒരാൾ അത്രയും എഫേർട്ട് എടുത്ത് എഴുതുന്ന ഒരു കഥയാണ്. നമുക്ക് വായിക്കുന്ന പോലെ ഒരിക്കലും എളുപ്പമല്ല ഒരു കഥ എഴുതാൻ. അത് ഞാൻ ഇന്നലെ ഞാൻ ഇതുപോലെ ഡൗട്ട് പറഞ്ഞിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു 2023 തൊട്ട് പ്രതിലിപി വായിക്കുന്ന ആളാണ്. ഇപ്പോഴാണ് കഥ എഴുതാൻ തുടങ്ങിയത്. വായിക്കാൻ നമുക്ക് എളുപ്പമാണ്, അത് എഴുതാൻ നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ആ ഒരു പ്ലസന്റ് ആയിട്ടുള്ള മൈൻഡും അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ അവർ അത്രയും ഹാർഡ് വർക്ക് ചെയ്തുണ്ടാക്കിയ ഒരു സംഭവം ആ കഥ മുഴുവനും ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ ഇങ്ങനെ പറഞ്ഞ് അതിന്റെ നെഗറ്റീവ് പറയാന്ന് വെച്ചാൽ അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിന്റെ അടിയിൽ കമന്റുകൾ വരുന്നത് എന്താ വെച്ചാൽ ഓരോരുത്തരും ആ കഥ വായിക്കാൻ വേണ്ടി എടുത്തിട്ടിട്ടുണ്ടായിരുന്നു, അപ്പൊ ഈ പോസ്റ്റ് കണ്ടുകൊണ്ട് ഇനിയിപ്പോ വായിക്കുന്നില്ല, അങ്ങനെ കുറെ വായനക്കാരെ നഷ്ടപ്പെടുന്നുണ്ടാവാം. അതിൽ പ്രതിലിപിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? മാം, ഒരു കാര്യം പറയട്ടെ. പുറത്ത്, അതായത് പ്രതിലിപി ഒരു പ്ലാറ്റ്ഫോമാണ്, അതുപോലെ തന്നെ മറ്റൊരു പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയകളും. നമുക്കൊരിക്കലും, അതായത് പ്രതിലിപിയിൽ നിങ്ങൾക്ക് എന്ത് പ്രശ്നം നേരിടുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും. പക്ഷെ പുറത്തൊരു പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾക്ക് അതിനുള്ള അതോറിറ്റി ഇല്ല.
ഞങ്ങൾക്ക് അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. നിങ്ങൾ എങ്ങനെയാണോ ഒരു രചയിതാവ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എങ്ങനെയാണോ ഒരു പോസ്റ്റിനെ പ്രതിലിപിക്ക് പുറത്ത് കാണുന്നത്, അതുപോലെ തന്നെ ഞങ്ങൾക്കും കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാനിങ്ങനെ കണ്ടത് കൊണ്ട് അതിനിടയിൽ ഇല്ല ഇപ്പൊ ചില ആൾക്കാരെ കഥകള് അവരിങ്ങനെ ഭയങ്കര നെഗറ്റീവായിട്ട് പറയുമ്പോ അതിനിടയിൽ ഈ റൈറ്റേഴ്സ് തന്നെ വന്ന് അവർക്ക് ഭയങ്കര വിഷമമുള്ളത് മെസ്സേജ് കമന്റുകൾ ഇടണ കാണുമ്പോ നമുക്ക് തന്നെ അതൊരു ഫീൽ ആവും. എനിക്ക് അത്രയും മനസ്സിലാക്കുന്നു, വിഷമം ഞാൻ ഭയങ്കര നന്നായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഇതിനകത്ത് യാതൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. കാരണം അത് മറ്റൊരു പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അതും ഡിഫമേഷൻ. അത് ഒരു എന്താണ് ഞങ്ങൾക്ക് ഇടപെടാൻ കഴിയുന്നതിലും അപ്പുറമുള്ള ഒരു കാര്യമാണത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവരാ പേജും സ്ക്രീൻഷോട്ടുകളും അവരിടുന്ന പോസ്റ്റുകളും എല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് ഇടുന്നത് കൊണ്ടാണ് ചോദിച്ചത്. റിവ്യൂസ് പറയുന്നതിന് ഒരിക്കലും നമ്മൾ തെറ്റ് പറയില്ല, പക്ഷെ ഒരു കഥയുടെ ഫുൾ കണ്ടന്റ് മുഴുവനും ആഡ് ചെയ്തിട്ട് അവരോട് ഈ കഥ കൊള്ളില്ല എന്ന് പറയുമ്പോൾ വായിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഉണ്ടാവും. അവർക്ക് വരെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കും, പക്ഷെ ഞാൻ എന്റെ ഡൗട്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. ഞങ്ങളിവിടെ നിസ്സഹായരാണെന്ന് ദയവായിട്ട് മനസ്സിലാക്കുക. പക്ഷെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ ചെയ്യാവുന്നതാണ്. പക്ഷെ ഒരു പുറത്തുള്ള പ്ലാറ്റ്ഫോം എന്നുള്ളത് ഞങ്ങൾക്ക് വളരെയധികം പരിമിതികൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോ ദിയ സംസാരിക്കാമോ? ദിയ സംശയം, കാർത്തിക മാമിന്റെ സംശയം ഇനി എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല കഴിഞ്ഞു. ദിയ മാം ചോദിക്കാമോ? ഹലോ. ചോദിച്ചോളൂ. എനിക്കും കുറച്ച് മുന്നേ ഒരാൾ പറഞ്ഞില്ലേ, ആ കാര്യം തന്നെ പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനും ഹാൻഡ് റൈസ് ചെയ്തത്. അതെ, അല്ല, ഇൻസ്റ്റയില് ഒരു പേജ്, അത് പുള്ളിക്കാരി നേരത്തെ പറഞ്ഞത് തന്നെയാണ്, പ്രതിലിപി ട്രോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജാണ്. അതില് ഇതുപോലെ പല എഴുത്തുകാരുടെയും രചനകള് ഇതുപോലെ കംപ്ലീറ്റ് ആ കഥ ഫുള്ള് പറഞ്ഞു പോയിട്ടാണ് അതിന് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ള നെഗറ്റീവാണ്. അപ്പൊ ഞാനും ഇതുപോലെ ഒരു ട്രോള് കണ്ടിട്ടാണ് ഞാൻ നോക്കിയപ്പോൾ അത് പ്രതിലിപിയില് പ്രീമിയത്തില് ഒത്തിരി വായിച്ചിട്ടുള്ള ഒരു കഥയാണ്. അപ്പൊ ഞാനും അതും ഒത്തിരി ഫോളോവേഴ്സ് ഉള്ള ഒരു വായനക്കാരിയുടെ കഥ. ഞാൻ സത്യത്തിൽ ആ ട്രോള് കണ്ടിട്ടാണ് ഞാൻ വായിക്കാൻ പോയത്. ഞാൻ വായിച്ചു കഴിഞ്ഞിട്ടും എനിക്കതിൽ പ്രത്യേകിച്ച് ഒന്നും തോന്നിയിട്ടില്ല. അതിൽ എഴുതിയിരിക്കുന്ന യാതൊരുവിധ നെഗറ്റിവിറ്റിയും എനിക്കതിൽ തോന്നിയില്ല. അപ്പോ ഈ പറഞ്ഞതുപോലെ ആ ട്രോളിന് താഴെയുള്ള കമന്റ്സ് എല്ലാം നെഗറ്റീവാണ്. പലർക്കും അത് ഇഷ്ടമുള്ളവരും ഇഷ്ടപ്പെടാത്തവരും ഒക്കെ ഉണ്ട്. പക്ഷെ ഇതുപോലെ ഞാനത് വായിക്കണം എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇനി വായിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അതിൽ കമന്റ്സ് ഉണ്ടായിരുന്നത് ഒരുപാട്. ആക്ച്വലി ആക്ച്വലി ഇതൊരു കോപ്പിറൈറ്റ് ഇഷ്യൂ തന്നെയാണ്. കാരണം ഒരാളുടെ ഹാർഡ് വർക്ക് മുഴുവൻ എടുത്തിട്ട് നെഗറ്റീവ് പറയാന്ന് പറയുന്നത് ശരിക്കും അതൊരു കോപ്പിറൈറ്റ് ഇഷ്യൂ തന്നെയാണ്. അത് പ്രതിനിധിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം എന്ന് തന്നെയാണ്. അത് നല്ല കഥകളായാലും മോശം കഥകളായാലും അവരുടെ ഹാർഡ് വർക്കാണ്. ദയവായി ക്ഷമിക്കണം. റിവ്യൂസ് പറയുന്നത്, അതായത് ഭാഗങ്ങളെ ചെറിയ ഏതെങ്കിലും പോസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ റിവ്യൂ പറയുകയോ ചെയ്യുന്നതിനെ നമുക്ക് കോപ്പിറൈറ്റ് വയലേഷൻ ആയിട്ട് കാണാൻ കഴിയില്ല. ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കാര്യം ഞങ്ങൾ ചർച്ച ചെയ്ത് വരുന്നുണ്ട്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുന്നതാണെന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുന്നുണ്ട്. പക്ഷെ നിലവിൽ ഇതിനകത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നിരുന്നാലും തീർച്ചയായിട്ടും എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ ചെയ്യും. ഓക്കെ. അതുപോലെ മുന്നേ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രൊമോഷന്റെ കാര്യം. ഒത്തിരി വൾഗറായിട്ട് വരുന്ന പ്രൊമോഷൻസ് ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റയിലായാലും എല്ലാം ഇങ്ങനെ വൾഗറായിട്ട് ഈ പറഞ്ഞ പോലെ AI ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പോലെയാണ് വരുന്നത്. പക്ഷെ ആ കഥ എടുത്തു നോക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഒന്നും ഇല്ലാതാനും. അപ്പൊ ഈ നേരത്തെ ഒരു പുള്ളിക്കാരി പറഞ്ഞതുപോലെ പുറത്ത് ഒരുപാട് പേര് പ്രതിലിപിയെ പറ്റി മറ്റൊരു രീതിയിലാണ് സംസാരിക്കുന്നത്. ഇങ്ങനെയുള്ള കഥകളാണ് ഇതിൽ കൂടുതൽ വരുന്നത്. ഈ ഇടയ്ക്ക് കഴിഞ്ഞ തവണയൊക്കെ ഇതുപോലെ ഈ പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോൺട്രാക്ട് വൈഫ് എന്ന് പറയുന്നതാണ് ഇപ്പോ ട്രെൻഡിങ് ആയിട്ട് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ അതുപോലെ ഒരുപാട് പേര് അത് വെച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു.
ഇപ്പൊ ഓക്കെ. ഈ പറഞ്ഞ ഞാൻ ഇൻസ്റ്റയിൽ ആ പേജിൽ തന്നെ ആ പ്രതിലിപി ട്രോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ പേജിൽ തന്നെ ആ, ഇങ്ങനെ ഒത്തിരി കമന്റ്സ് വന്നിട്ടുള്ളതും കണ്ടിട്ടുണ്ട്. പ്രതിലിപിയിൽ ഇപ്പൊ വരുന്ന കഥകളെല്ലാം വളരെ ബോറാണ്, അല്ലെങ്കിൽ എന്താണ് 18+ കണ്ടന്റ് വരുന്ന കഥകളാണ്. ഞാനും കണ്ടിട്ടുണ്ട് 18+ ഇട്ടിട്ട് ഒരുപാട് കഥകൾ എഴുതിയിട്ടുണ്ട്. അപ്പോ അത് അത്തരത്തിലുള്ള കഥകൾ ഏതുണ്ടെങ്കിലും, അതായത് അതിനകത്ത് അത്തരത്തിലുള്ള കണ്ടന്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് റിപ്പോർട്ട് ചെയ്താൽ മതി. അത് ഞങ്ങൾ കൃത്യമായിട്ട് പരിശോധിച്ചതിന് ശേഷം എക്സ്പ്ലിസിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും നടപടി സ്വീകരിക്കും. ഓക്കെ. അതുപോലെ എനിക്കൊരു ഡൗട്ട് ഉള്ളത്, ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മത്സരമില്ലേ നായകൻ എന്ന് പറഞ്ഞിട്ട്. അതെ. അപ്പൊ അതിൽ ഞാനൊരു കഥ എഴുതുന്നുണ്ട്. എനിക്കൊരു 29 പാട്ട് വരെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഉം. ഇപ്പോ നമ്മൾ പ്രീമിയത്തിൽ ഇടുമ്പോ 16ാമത്തെ പാട്ട് തൊട്ടല്ലേ ലോക്കായി വരുന്നത്. അതെ. അപ്പോ ഇത് നമ്മള് ഇപ്പൊ ഞാൻ 29 പാട്ട് വരെ ഇട്ടപ്പോ ഈ ഇന്നലെ ഞാൻ ഒരാളടുത്ത് കഥ എനിക്കറിയാവുന്ന ഒരാളാണ്, വായിച്ചൊന്ന് റിവ്യൂ ഇടുന്നേന്ന് പറഞ്ഞു. പുള്ളി അത് ഒറ്റയടിക്ക് എല്ലാം വായിച്ചു. പക്ഷെ ആ ലാസ്റ്റ് പാട്ട് മാത്രമേ ആ പുള്ളി ലോക്ക് ആയിട്ടുള്ളൂ എന്നാണ് പുള്ളി പറഞ്ഞത്. അത്തരത്തിൽ ഒരിക്കലും സംഭവിക്കില്ല. പുള്ളി ദയവായിട്ട് ഈ രചനയുടെ ലിങ്ക് ഞങ്ങൾക്ക് ഒന്ന് അയച്ച് ഈ പ്രശ്നം ഒന്ന് ഞങ്ങൾക്ക് മെയിൽ വഴി അറിയിക്കാമോ? ഓക്കെ മുമ്പ് ഓക്കെ ഞാൻ പറഞ്ഞ പോലെ ഇത് ഫുൾ പരിശോധിക്കാതെ ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ ഞാൻ പ്രതിലിപിയുടെ മെയിലിൽ അയച്ചാൽ മതിയോ? ഒഫീഷ്യൽ മെയിൽ ഐ ഡി. മലയാളം@പ്രതിലിപിയിൽ അയച്ചാൽ മതി. മലയാളം@പ്രതിലിപി.com, അല്ലെങ്കിൽ നമ്മുടെ ആപ്പിൽ നിന്ന് നേരിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലേ, അവിടെ എഴുതി അറിയിച്ചാലും മതി. ഓക്കെ താങ്ക് യു. നമ്മുടെ സമയം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു 2 ചോദ്യം കൂടെ കേട്ട് നമുക്ക് ഇന്നത്തേക്ക് നിർത്താം. ദിയ ചോദിക്കാമോ? ദിയ ആണ് ഇപ്പൊ ചോദിച്ചുകൊണ്ടിരുന്നത്. പാർവതി ചോദിക്കാമോ? ഹലോ, ചോദിച്ചോളൂ. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. ഒരു ഡൗട്ട് എന്ന് വെച്ചാല്, ഞാൻ പലപ്പോഴും നമ്മളുടെ ഡൗട്ട്സ് എല്ലാം മെയിൽ വഴിയാണ് പ്രതിലിപിയെ കോണ്ടാക്ട് ചെയ്യാറ്. പക്ഷെ എന്റെ പ്രതിലിപിയിലെ തന്നെ വേറൊരു ഫ്രണ്ട് പറഞ്ഞു അവർക്കൊരു 1000 അല്ലെങ്കിൽ ഒരു 600-ന് മേലെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയപ്പോൾ അവർക്കൊരു മെസ്സേജ് വന്നിട്ട് പ്രതിലിപിയിൽ ഒരു മൊബൈൽ നമ്പർ, വാട്സപ്പ് നമ്പർ, കോണ്ടാക്ട് നമ്പർ കൊടുത്തു എന്നൊക്കെ പറഞ്ഞായിരുന്നു. അതാകുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് പ്രതിലിപിയെ കോണ്ടാക്ട് ചെയ്യാം, കസ്റ്റമർ കെയർ പോലെ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഇതുവരെ അങ്ങനെയൊന്നും വന്നില്ലായിരുന്നു. അപ്പോൾ മെയിൽ അല്ലാതെ എനിക്ക് ഈസി ആയിട്ട് പ്രതിലിപിയെ കോണ്ടാക്ട് ചെയ്യാൻ വാട്സപ്പോ അങ്ങനെ PR അങ്ങനെ എന്തെങ്കിലും നമ്പർ എന്തെങ്കിലും അവൈലബിൾ ആണോ? ഞങ്ങളെ രചയിതാക്കൾക്ക് എല്ലാം വാട്സപ്പ് നമ്പർ വഴി അയക്കാവുന്നതാണ്. ഇപ്പൊ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടില്ലേ, അതിൽ അഡ്മിൻ ആയിട്ട് ആ നമ്പർ കാണാൻ സാധിക്കുന്നതാണ്. ആ നമ്പറിൽ തന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഓക്കെ. എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. ഇപ്പൊ നേരത്തെ ഫസ്റ്റ് ഒരു മാം സംസാരിച്ചില്ലായിരുന്നു പ്രതിലിപി പ്രൊമോഷൻ ചെയ്യുന്നതിനെ കുറിച്ച്, വൾഗറായിട്ട് എഴുതുന്നതിന്റെ കാര്യങ്ങളൊക്കെ. എനിക്ക് എപ്പോഴും തോന്നിയത്, ഇപ്പൊ എൻ്റെ ഒരു തോന്നലല്ല, ഞാൻ പലപ്പോഴും എനിക്ക് ഇതുണ്ട്, ചെറുകിട റൈറ്റേഴ്സ്, അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ റൈറ്റിങ്സിൽ എന്തെങ്കിലും ഇതുപോലെ വൾഗറൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അവര് പ്രതിലിപി ടീംസ് അത് വാൺ ചെയ്ത് ബ്ലോക്ക് ചെയ്തതായി കാണുന്നുണ്ട്. പക്ഷേ പ്രതിലിപി ആദ്യമായിട്ട് ഒരാള് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് കാണുന്ന അവര് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന സ്റ്റോറീസ് ആണ്, ഞാൻ പേരെടുത്ത് തന്നെ പറയുകയാണ്, പത്മ, കാശിനാഥൻ, അങ്ങനെയുള്ള സ്റ്റോറീസ് ഒക്കെയാണ് ഫസ്റ്റ് തന്നെ കിടക്കുന്നത്. ഇതിൽ കാശിനാഥൻ എന്നുള്ള സ്റ്റോറി എടുത്താലും, അതുപോലെ ഒരു ചിപ്പി എന്നുള്ള ഒരു റൈറ്ററിന്റെ സ്റ്റോറി എടുത്താലും, ഓർമ്മകൾ എന്നുള്ള റൈറ്ററിന്റെ സ്റ്റോറി എടുത്താലും, അവരുടെ മിക്ക കഥകളിലും ഈ ബെഡ്റൂം സീൻസും വൾഗറും എല്ലാം തന്നെ പ്രതിധ്വനിച്ച് നിൽക്കുന്നുണ്ട്. അതെന്താണ് പ്രതിലിപി ഇതിനെതിരെ ആക്ഷൻ എടുക്കാത്തത്? അവര് വലിയൊരു റൈറ്റർ ആയതുകൊണ്ടാണോ, അവർക്ക് കൂടുതൽ 1 lakh എബോവ് ഫോളോവേഴ്സ് ഉള്ളത് കൊണ്ടാണോ, അവരുടെ റൈറ്റിങ്സിന് അത്രയധികം റീഡിങ് കൗണ്ട് ഉള്ളത് കൊണ്ടാണോ പ്രതിലിപി ഈ ചെറുകിട റൈറ്റേഴ്സിനെ മാത്രം ഒരു വാണിങ്ങോ ഇതെല്ലാം കൊടുത്ത് നിർത്തിയിട്ട് ഇവരെ വീണ്ടും വീണ്ടും അവർ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? ഇതിപ്പോ എന്ന് വെച്ചാൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇപ്പൊ ഈ കാശിനാഥൻ എന്ന് പറയുന്നത് ഒരു ടോക്സിക് ലവ് സ്റ്റോറിയാണ്. അതിനകത്ത് സെക്ഷൽ സീൻസ്, അതായത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് നിൽക്കുന്ന സീൻസുകൾ ഇല്ല. ഉപദ്രവിക്കുന്ന സീനുകളുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് അമിതമായിട്ട് ലൈംഗിക വർണ്ണനകൾ അതിനകത്ത് വരുന്നില്ല. അതുകൊണ്ടാണ് ആ രചന ഞങ്ങൾ പലവട്ടം റിവ്യൂ ചെയ്തതാണ്. റിവ്യൂ ചെയ്തതിന് ശേഷമാണ് അതിനകത്ത് നിലവിൽ അനുചിതമായിട്ടുള്ള പാർട്ടുകൾ ഇല്ല എന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തിയത്.
കൂടാതെ ഈ രചന പലതവണ ലൈക്ക് ആദ്യം ഒരു പ്രശ്നം തോന്നിയപ്പോൾ ആ രചയിതാവിനെ കൊണ്ട് മുഴുവൻ രചനയും ഞങ്ങൾ തിരുത്തിക്കുകയും ചെയ്തിരുന്നു പ്രശ്നം തോന്നിയിരുന്ന ഭാഗങ്ങൾ. ഓക്കെ, എനിക്കിത് പലപ്പോഴും തോന്നിയത് വലിയ വലിയ രചനകളിൽ ഇത്തരം കണ്ടന്റുകൾ ഉണ്ടെങ്കിൽ ഒരു ഇഷ്യൂം ഇല്ല. പക്ഷെ ചെറിയ ചെറിയ രചനകൾ വരുമ്പോൾ വാർണിംഗ് തന്ന് ബ്ലോക്ക് ചെയ്ത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരിക്കലും അല്ല, ഞങ്ങള് ഓരോ രചന വരുമ്പോഴും അതിനകത്ത് എക്സ്പ്ലിസിറ്റ് തിങ്സ് ഞങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ, അതായത് റിപ്പോർട്ട് ചെയ്യുകയോ ഞങ്ങളുടെ സിസ്റ്റം വഴിയോ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്യുകയോ ആദ്യം തന്നെ ബ്ലോക്ക് ചെയ്യുകയോ ഡ്രാഫ്റ്റ് ചെയ്യുകയോ ചെയ്യാറില്ല. ഞങ്ങൾ ആദ്യം ഒരു തവണ അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കും. അത് നിലനിർത്താനേ പറ്റില്ല എന്ന് തോന്നിയാൽ മാത്രം ഡ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം എഡിറ്റ് ചെയ്യാൻ ആവശ്യപ്പെടും. ഒരു 3 തവണ ഞങ്ങൾ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടും വീണ്ടും അതേ തന്നെ നിലനിർത്തുകയാണെങ്കിൽ മാത്രമാണ് ഞങ്ങൾ കണ്ടന്റ് ഡിലീറ്റ് ചെയ്യാറുള്ളത്. ഓക്കെ മാം. പിന്നെ വേറൊരു ഡൗട്ട്, ഇപ്പൊ പ്രതിലിപി കോപ്പിറൈറ്റ് വാങ്ങും കുറച്ച് നാൾ മുന്നേ, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ എല്ലാവർക്കും മെസ്സേജ് വന്നിട്ട് നമ്മൾ പ്രതിലിപിക്ക് നമ്മളുടെ കഥകളുടെ ആ ഒരു റൈറ്റ് ഹാൻഡ് ഓവർ ചെയ്തിട്ട് നമ്മൾ എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്ത് എമൗണ്ട് ഒക്കെ നമുക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇനി എന്നാണ് പ്രതിലിപി ആ ഒരു ഇത് നിലവിൽ അതിനൊരു ടൈം ലൈൻ പറയാൻ സാധിക്കില്ല. അത്തരത്തിൽ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ പ്രതിലിപി താങ്കളെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതാണ്. നിലവിൽ അതിനൊരു ടൈം ലൈനോ കാര്യങ്ങളോ പറയാൻ സാധിക്കില്ല. പിന്നീടുള്ളത് ഒരു റെക്കമെൻഡേഷൻ സിസ്റ്റത്തെ കുറിച്ചാണ്. ഞാൻ കഴിഞ്ഞ വട്ടം ഈ ഇതുപോലെ പ്രതിലിപിയുടെ ക്രിയേറ്റേഴ്സ് ചലഞ്ചിന്റെ ഈ ഒരു ട്രെയിനിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോൾ അതിൽ പറയുന്നുണ്ടായിരുന്നു, ഒരു 100 പാർട്ടിന് മേലെയുള്ള സ്റ്റോറി ആണെങ്കിൽ ഒരു സ്പെഷ്യൽ റെക്കമെൻഡേഷൻ സിസ്റ്റത്തിൽ പ്രതിലിപി സ്റ്റോറീസ് ഇൻക്ലൂഡ് ആയിട്ട് നല്ലൊരു പ്രതിലിപി റെക്കമെൻഡ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ആ ഒരു സ്ലാബ് പോലെ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? 50 സ്റ്റോറീസ് 100 സ്റ്റോറീസിന് കുറച്ച് കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നു, 100 പാർട്സ് ഉള്ള 80 അല്ലെങ്കിൽ 100 ഭാഗങ്ങൾക്ക് മേലിലുള്ള സ്റ്റോറികൾ റെക്കമെൻഡേഷൻ സിസ്റ്റത്തിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് ഉറപ്പല്ല, പക്ഷെ അതിനുള്ള സാധ്യത ഇപ്പൊ 20-25 ഭാഗങ്ങളുള്ള സ്റ്റോറികളെക്കാൾ 80-100 ഭാഗങ്ങളുള്ള സ്റ്റോറികൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അത്ര എഴുതിയ 100% ആയിട്ട് വരും എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, പക്ഷെ ചാൻസസ് നമുക്ക് കുറച്ചുകൂടെ കൂട്ടാൻ പറ്റും. ഒരാളും കൂടി സംശയം ചോദിക്കാം. ആദ്യം തൊട്ട് കൈവയ്ക്കുന്നതാണ് ഐരാർ. ഒരാളും കൂടി സംശയം ചോദിച്ചിട്ട് നമുക്ക് നിർത്താം. അതിനുശേഷം എന്തൊക്കെ സംശയം ഉണ്ടെങ്കിലും എന്ത് സംശയങ്ങളായാലും ഞങ്ങളുടെ മെയിൽ ഐഡിയിലേക്ക് അയച്ചാൽ മതിയാവും. പിന്നെ ഹലോ ചോദിച്ചോളൂ. അല്ല, ഈ പറഞ്ഞു പോയതൊക്കെ തന്നെയായിരുന്നു എനിക്കും ഡൗട്ട് വന്നത്. മീൻസ് ആക്ച്വലി പ്രതിലിപി എഫ്എമ്മിൻ്റെതാണെന്ന് തോന്നുന്നു ഇൻസ്റ്റയിൽ വരുന്ന ഈ വളരെ ഞാൻ വായിച്ച സ്റ്റോറിയാണ് ആമ്പലിന്റെ ഒരു സ്റ്റോറി. പക്ഷെ അതിൽ വന്നപ്പോഴത്തേക്ക് ആ കഥ മൊത്തം മീൻസ് ഒരു വൾഗാരിറ്റി പോലെ അതിൽ വന്ന കമന്റ്സ് നെഗറ്റീവാണ്. പിന്നെ ഇപ്പൊ കുറച്ച് മുമ്പ് ഒരു മാം പറഞ്ഞ കണക്കല്ല കാശിനാഥന്റെ സ്റ്റോറി ഫസ്റ്റ് ഞാൻ ഇപ്പോഴല്ല, ഞാൻ കുറെ കാലം മുമ്പ് വായിച്ചത് ഭയങ്കര വൾഗാരിറ്റി ഉള്ള സ്റ്റോറി ആയിരുന്നു. ഞാനത് വായിക്കാതെ സ്കിപ്പ് ചെയ്തു. പിന്നെ ഇടയ്ക്ക് ഇതുപോലെ ലിബി ട്രോൾ എന്ന് പറഞ്ഞിട്ട് ഒരിത് കണ്ടിട്ട് വീണ്ടും പോയി വായിച്ചപ്പോഴത്തേക്ക് അന്നത്തേക്കാളും കുറേ തിരുത്തലുകളുണ്ട്. എന്നാൽ പോലും ഇപ്പോഴും പ്രതിലിപി ആയിട്ട് 80+ കണ്ടന്റ് വായിക്കാൻ താല്പര്യമുള്ള ആൾക്കാരും അത് കൂടുതൽ ഏത് സ്റ്റോറി വായിക്കാനായാലും ശരി 80+ കണ്ടന്റ് ആണ് കൂടുതലുള്ളത്. അവര് മീൻസ് സ്ലാഷ് ഒക്കെ ഇട്ടിട്ടൊക്കെയാണ് അവര് സ്റ്റോറീസ് ഒക്കെ എഴുതി പോകുന്നത്. ഞാൻ കൂടുതൽ വായിക്കുന്ന ആളാണ്. യൂട്യൂബിനെക്കാളും മീൻസ് ഇൻസ്റ്റാഗ്രാമിനെക്കാളും ഞാൻ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന പ്രതിലിപിയിലാണ്. പ്രീമിയം സബ്സ്ക്രൈബ് ഒക്കെ എടുത്ത് വായിക്കുന്ന ഒരാളായിരുന്നു. പിന്നെ എനിക്ക് ചോദിക്കാൻ പറ്റുമെന്നറിയില്ല, മീൻസ് റൈറ്ററായിട്ടല്ല ഒരു വായനക്കാരായിട്ട് ഞാൻ ചോദിക്കുകയാണ്. പ്രീമിയം എടുത്ത് ഒരു 200 ഭാഗം 400 ഭാഗം വരുന്ന കഥകളൊക്കെ ഉണ്ട്. അപ്പൊ 200 ഭാഗമൊക്കെ ഞാൻ വായിച്ച് ഒരു 300 ഭാഗമൊക്കെ എടുത്തു 2 തവണ ചെയ്തു. ഞാനൊരു വീട്ടമ്മയാണ്, നമുക്ക് ജോലിയൊന്നുമില്ല, നമുക്ക് എപ്പോഴും 150 രൂപ ഒന്നും എടുക്കാനുള്ള സാഹചര്യം ചിലപ്പോൾ പറ്റില്ലായിരിക്കും. അപ്പൊ ഈ 2 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ 200 പാർട്ട് വായിച്ച സ്റ്റോറി വീണ്ടും അറിയാലോ, ഈ പ്രീമിയം ക്ലോസ് ആകുമ്പോഴത്തേക്ക് വീണ്ടും അത് 16 എടുത്തു. ഞാൻ ഇത് വീണ്ടും ഞാൻ തുടക്കത്തിൽ വായിക്കുമ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഒരു മീൻസ് അറിയാലോ നിങ്ങൾക്കൊരു എന്താ പറയാ ലേറ്റ് ആയിട്ട് ഇനി ഇത്രയും നാൾ ഒരു 200 ഭാഗത്തുനിന്ന് ഇനി ആ 201 എന്ന് പറയുമ്പോൾ ഞാൻ ആ 200 ദിവസം ഡെയിലി ഇങ്ങനെ കുത്തിയിരുന്ന് പോകണം. ഒരു വർഷം അടുപ്പിച്ചെടുക്കും.
അപ്പൊ അതിനായിട്ട് എന്തെങ്കിലും പ്രതിലിപി ടീമിന് ചെയ്യാൻ വേണ്ടി പറ്റും? ആക്ച്വലി പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളിപ്പം ഇത്ര നാളത്തേക്ക് പ്രതിലിപിയിലെ എല്ലാ സ്റ്റോറികളും വായിക്കാമെന്ന് മാത്രമാണ് പറയുന്നത്. പക്ഷെ പ്രീമിയം കാലാവധി കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ ചാപ്റ്ററുകൾ ലോക്ക് ആവുന്നതാണ്. ഇതിന് മറ്റൊരു ഓപ്ഷൻ ഇല്ല, ഇത് മാറ്റാൻ സാധിക്കില്ല. ഓക്കെ ഓക്കെ. എനിക്ക് ഇതിനെക്കുറിച്ച് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ പ്രോഗ്രാമിൽ തന്നെ ഞാൻ കയറി. എനിക്കൊന്നും അറിയില്ല, ആക്ച്വലി ഒന്നും അറിയില്ല. ഒരു പ്രതിലിപി ആപ്പ് ഉണ്ട്, ഈ ആപ്പിനകത്ത് ഞാൻ ക്യാഷ് കൊടുത്തു മീൻസ് വായിക്കുന്നുണ്ട്. അത് മാത്രമേ എനിക്കറിയാം. ഇതിനകത്ത് ചാലഞ്ചിങ് റീഡിങ് ചാലഞ്ച് ഉണ്ടെന്ന് തന്നെ എനിക്ക് എന്റെ ഒരു 3-4 മാസത്തിന് മുമ്പാണ് എനിക്കറിയാം ഇതിനകത്ത് റീഡിങ് ചാലഞ്ച് ഉണ്ട്, നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന്. ഇപ്പോഴാണ് ഇതിനകത്ത് കയറിയപ്പോഴാണ് ഒരു ഡൗട്ട്സ് എനിക്ക് ക്ലിയർ ആയത്. അപ്പോ എനിക്ക് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് ഇതിനെക്കുറിച്ച് കുറെ കൂടി കാര്യങ്ങൾ അറിയാൻ പറ്റി. എനിക്ക് കുറെ ഡൗട്ട്സ് മീൻസ് പ്രതിലിപിനോട് ചോദിക്കണമെന്നുണ്ട്, അത് എങ്ങനെ ചോദിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോ ഇന്ന അവിടത്ത് പോയി ഡൗട്ട് ക്ലിയർ ചെയ്താൽ മതി. ക്ലിയർ ചെയ്തപ്പോൾ എനിക്ക് ഉടനെ തന്നെ എന്റെ മീൻസ് റിപ്ലൈയും കിട്ടി. അപ്പൊ എനിക്ക് ഒരുപാട് ഡൗട്ട്സ്, എനിക്ക് അങ്ങനെ ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ എനിക്ക് ഈ ഒരു സെക്ഷനിൽ നിന്നല്ലേ 3 ദിവസങ്ങൾ നിന്ന് എനിക്ക് അറിയാൻ പറ്റി. ഞാൻ വായിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ പറഞ്ഞ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് ഞാൻ കഥ എഴുതിയത്. എനിക്കൊരു കഥ ഉണ്ട്, പക്ഷെ അവിടെ നിന്നൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് എഴുതി. പക്ഷെ അങ്ങനെയല്ല എഴുതേണ്ടത്. ഇതൊക്കെ ഒരുപാട് മീൻസ് തിരുത്തലുകൾ എനിക്ക് തന്നെ സ്വന്തമായിട്ട് തോന്നി. അപ്പം എല്ലാവരോടും ഒരു വലിയ താങ്ക്സ്. പ്രതിലിപിയിൽ എഴുതുന്നതിന് ഞങ്ങളും നന്ദി പറയുന്നു. ഒരാളും കൂടെ ഉള്ളൂ ഹാൻഡ് റൈസ് ചെയ്തത്, പുനർജനിയാണ്. ഒന്ന് ചോദിക്കാവോ? ഇത് കഴിഞ്ഞ് നമ്മള് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാണ്. ഹലോ. ചോദിച്ചോളൂ. മാം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്റ്റോറീസ് ഇൻസ്റ്റയിലൊക്കെ വന്നിട്ട് ഓരോരുത്തർ റിവ്യൂസ് പറയുന്നത്. അത് മാം എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ? കാര്യം വെച്ചാൽ സ്റ്റോറി കംപ്ലീറ്റ് ആയിട്ടാണ് അവരതിൽ പറയുന്നത്, പോസ്റ്റ് ഇടുന്നത്. ഒരു സ്റ്റോറി സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ ആ കഥ കംപ്ലീറ്റ് അതിനകത്ത് എന്താണോ പറയുന്നത് അത് ഫുൾ അവരതിൽ ഇടുന്നുണ്ട്. അതും നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഇടുന്നത്. അപ്പം വന്ന് കാണുന്നവർക്ക് ആ സ്റ്റോറി പിന്നെ അത് എടുക്കാനേ തോന്നത്തില്ല. ആ രീതിക്കാണ് ഞാൻ വായിച്ച സ്റ്റോറീസും അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട ചില സ്റ്റോറീസ് നല്ല സ്റ്റോറിയാന്ന് തോന്നിയതും ഉണ്ട്. പക്ഷെ അവരത് കമന്റ് ഇടുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ ഇങ്ങനെ അല്ലല്ലോ വായിച്ചത്, പക്ഷെ ഇത് വേറെ രീതിക്കാണല്ലോ അവർ ഇട്ടിരിക്കുന്നതെന്ന് തോന്നും. ഓരോരുത്തരുടെ കാഴ്ചപ്പാട് വേറെയാണ്. അതെ, കാഴ്ചപ്പാടിനനുസരിച്ച് രചനകൾ മാറും. ഇപ്പൊ ഞാൻ പറഞ്ഞോളൂ. പക്ഷെ ആ സ്റ്റോറി അത് അവർ കംപ്ലീറ്റ് ആയിട്ട് അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നതിലാണ് പ്രശ്നം. അവരുടെ ഒപ്പീനിയൻ ആയിട്ട് ചുരുക്കത്തിൽ എന്താണോ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ചുരുക്കി അത് പറയാം, ഒരു റിവ്യൂ ചെറിയതായിട്ട് പറയാം. പക്ഷെ ഇത് കംപ്ലീറ്റ് ആ സ്റ്റോറി സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ അവരതിൽ പറയുന്നുണ്ട് എന്താണെന്നുള്ളത്. ഞങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷെ അതൊരു കോപ്പി, ലൈക്ക് നമ്മൾ കഥ അതുപോലെ എഴുതാത്തിടത്തോളമോ അല്ലെങ്കിൽ കഥയെ ഉപയോഗിക്കുന്നിടത്തോളമോ നമുക്കതൊരു കോപ്പിറൈറ്റ് പ്രശ്നമാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇതിനകത്ത് പുറത്തുള്ളൊരു പ്ലാറ്റ്ഫോം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് അതിനകത്ത് ഇടപെടാനുള്ള പരിമിതികൾ കൂടി മനസ്സിലാക്കണം. പിന്നെ മാം ഈ ചാറ്റ് റൂമിൽ ഉള്ളത്, അതും ഇതുപോലെ കഥ വായിക്കുന്ന നമ്മൾ ഒരാളുടെ ചാറ്റ് റൂമിൽ കയറുമ്പോഴത്തേക്ക് അവിടെ പേഴ്സണൽ ആയിട്ടുള്ളതും എന്ന് വെച്ചാൽ വൾഗറായിട്ടോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള ചാറ്റിംഗ് എന്നല്ല, അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സുഖവിവരങ്ങളൊക്കെയാണ് കൂടുതലും അതിനകത്ത് ചാറ്റിങ്ങിൽ വരുന്നത്. നമുക്കൊരു സ്റ്റോറി പറഞ്ഞോളൂ. അല്ല, ആ ഒരു സ്റ്റോറിയുടെ അപ്ഡേറ്റ് നോക്കാനായിരിക്കും നമ്മൾ കയറുന്നത്. പക്ഷെ ആ ഒരു അപ്ഡേറ്റ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഒരുപാട് ഇങ്ങനെ കിടക്കുന്ന ചാറ്റിങ് മാറ്റി മേലെ പോയാലേ ചിലപ്പോൾ ആ അപ്ഡേറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സ്റ്റോറി ആയിട്ടുള്ളതോ ആ ഒരു പ്രൊഫൈലിൽ എന്താണോ ഉള്ളത് അത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. രചയിതാവിന്റെ പോസ്റ്റ് അതിൽ കുറവായിരിക്കും. കംപ്ലീറ്റും അല്ലാതെ ഉള്ള ആൾക്കാർ വന്നിട്ട് പേഴ്സണൽ ക്വസ്റ്റ്യൻസ്, എക്സാം എങ്ങനെയുണ്ട്, നിനക്ക് സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ കിടക്കുന്നത്. ഈ ഒരു ചാറ്റ് റൂം എന്ന് പറയുന്നത്, ചാറ്റ് റൂമുകളിൽ പ്രതിലിപിക്ക് ആക്സസ് ഇല്ല. ചാറ്റ് റൂം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും രചയിതാവിൻ്റെതാണ്. പക്ഷെ അതിനകത്ത് അധിക്ഷേപിക്കുന്ന തരത്തിലോ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ മോശമായ രീതിയിലോ ഒരു മെസ്സേജ് വന്നാൽ ഞങ്ങൾക്ക് ഇടപെടാൻ സാധിക്കും. അല്ലാതെ വരുന്ന കമന്റുകൾക്ക് അല്ലെങ്കിൽ മെസ്സേജുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിന് ഇതിനൊന്നും ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റില്ല. അത് രചയിതാവ് തന്നെയാണ് ഇടപെടേണ്ടത്. രചയിതാവ് പക്ഷെ ഇപ്പൊ സൈലന്റ് ആണെന്ന് തോന്നുന്നു. ഇടയ്ക്ക് അപ്ഡേറ്റ് ഇട്ട് പോകുന്നല്ലാതെ വേറെ അതിലൊന്നും പറയുന്നില്ല. കാര്യം ബാക്കിയുള്ളവരുടെ ചാറ്റ്സ് ആണ് അതിൽ കൂടുതൽ. അത് ഈ വായിക്കുന്നവർക്ക്, വന്ന് നോക്കുന്നവർക്ക് ആ അപ്ഡേറ്റ് അറിയാൻ പറ്റാതെ ഒരു ബുദ്ധിമുട്ട്
അതുണ്ടാവുന്നുണ്ട്. താങ്കൾക്ക് ഇത് രചയിതാവിനെ നേരിട്ട് സന്ദേശം അയച്ചുകൊണ്ട് ഈ ബുദ്ധിമുട്ട് അറിയിക്കാവുന്നതാണ്. അപ്പോ രചയിതാവിന് തന്നെ ഇത്തരം മെസ്സേജുകൾ റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ള ഈ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നവർക്കൊരു ഒരു സന്ദേശം പോലെ ഇങ്ങനെ ചെയ്യരുതെന്ന് പറയാനോ ഉള്ള കഴിയുന്നതാണ്. അവസരം ഉണ്ടാവും. അത് ഓൾറെഡി നേരത്തെ ആ ഒരു ചാറ്റ് റൂമിൽ വഴക്കും കാര്യങ്ങളും പോലെ എന്തൊക്കെയോ നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വീണ്ടും രചയിതാവ് അധികം അത്ര ഇതായിട്ടൊന്നും അതിനകത്ത് അപ്ഡേറ്റ്സ് ഇട്ട് പോകുന്നല്ലാതെ ഒന്നും പറയുന്നില്ല. ബാക്കിയുള്ളവർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. രചയിതാവ് ഇടയ്ക്ക് വരുന്നു, അപ്ഡേറ്റ് ഇടുന്നു, പോകുന്നു, അത്രേ ഉള്ളൂ. ഇത് തീർത്തും വ്യക്തിപരവും പിന്നെ ഒരു ചാറ്റ് റൂം എന്നുള്ളത് പൂർണ്ണമായിട്ടും രചയിതാവിന്റെ നിയന്ത്രണത്തിലായതുകൊണ്ടും ഞങ്ങൾക്ക് അതിൽ ഇടപെടാൻ പറ്റില്ല. അതില് ഇപ്പൊ കമന്റ്സ് ഇടുന്നോ മെസ്സേജ് ഇടുന്നവര് എന്തെങ്കിലും മോശമായിട്ടുള്ള കവിത പറഞ്ഞതുപോലെ എന്തെങ്കിലും മോശമായിട്ടുള്ള എന്തെങ്കിലും കമന്റ്സ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് അതിൽ ഇടപെടാൻ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പോ നമ്മുടെ പ്രോഗ്രാം ഇന്നിവിടെ വൈൻഡപ്പ് നിർത്താണ്. ഒരു കാര്യം കൂടി, ഒരു ഫീഡ്ബാക്ക് ഫോം നമ്മൾ കമ്മ്യൂണിറ്റിയിലേക്ക് അയക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ പ്രാവശ്യത്തെ പ്രതിലിപി പ്രോഗ്രാമിനെ പറ്റിയുള്ള, പ്രതിലിപി ക്രിയേറ്റേഴ്സ് പ്രോഗ്രാമിനെ പറ്റിയുള്ള എല്ലാ അഭിപ്രായങ്ങളും അവിടെ പറയണം. നിങ്ങളുടെ അഭിപ്രായം പറയുമ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്രിയേറ്റീവ്സ് പ്രോഗ്രാം കുറച്ചുകൂടെ മെച്ചപ്പെട്ടതാക്കാൻ ഞങ്ങൾക്ക് പറ്റും. അതുകൊണ്ട് എന്തായാലും വളരെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയണം എന്ന് അറിയിക്കുന്നു. ഇനി അടുത്ത ക്രിയേറ്റേഴ്സ് പ്രോഗ്രാമുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് എഴുതാൻ പറ്റട്ടെ, ഒരുപാട് വായനക്കാരെ കിട്ടട്ടെ, എഴുത്തുമായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു മാഡം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.